നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. അയോധ്യയിൽ മസ്ജിദ് തകർത്ത ഭൂമിയിൽ സൃഷ്ടിക്കുന്ന രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കാൻ ഇനി അല്പസമയം കൂടിയേ ബാക്കിയുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി നേതൃത്വം കൊടുക്കുന്ന ചടങ്ങിലാണ് പ്രാണപ്രതിഷ്ഠ പൂർത്തിയാക്കുക. അത് ഇന്ത്യയുടെ ഐക്യത്തിൻ്റെയും ദേശീയ നേട്ടത്തിൻ്റെയും പ്രതീകമായി ആഘോഷിക്കണമെന്ന് സർക്കാർ തന്നെ നിർദ്ദേശിക്കുന്നു. രണ്ടാം ദീപാവലി പോലെ എല്ലാ വീടുകളിലും വിളക്ക് തെളിയിക്കണം എന്ന് പ്രധാനമന്ത്രി തന്നെ ആഹ്വാനം ചെയ്യുകയാണ്. സംഘപരിവാർ അത് ഏറ്റെടുത്ത് നടപ്പാക്കുന്നതും നാം കാണുന്നുണ്ട്. കേന്ദ്ര സർക്കാർ തന്നെ ജീവനക്കാർക്ക് അവധി ഇളവുകൾ നൽകുന്നു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ പ്രാണപ്രതിഷ്ഠാ ദിനം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലും അവധി വേണമെന്ന് BJPയുടെ സംസ്ഥാന ഘടകം ആവശ്യപ്പെട്ട് കഴിയുകയും ചെയ്തു. ഇന്ത്യ ഇപ്പോഴും ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി ഭരണഘടനയിൽ നിലനിൽക്കുന്നുണ്ട് എന്നിടത്താണ് ഇത്തരം ക്രിയകളെല്ലാം വലിയ ചോദ്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. മതനിരപേക്ഷ രാഷ്ട്രത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു ജനാധിപത്യ രൂപത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ എങ്ങനെയാണ് പ്രത്യേക മതത്തിൻ്റെ മുഖ്യ കാർമ്മിയായി മാറുന്നത് എന്ന ചോദ്യമുണ്ട്. BJP അതെന്തുമാത്രം ശരിയാവണ്ണം എടുക്കുന്നുണ്ട് നമുക്കറിയില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി അത് അവിടെയുണ്ട്. ഇപ്പോൾ നടത്തുന്ന ഈ ഇടപാടുകളെല്ലാം തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും വിശ്വാസവുമായി അതിന് ആത്മാർത്ഥമായ ബന്ധമൊന്നുമില്ല എന്നും വിമർശിക്കുന്നത് ആ മതത്തിനകത്ത് തന്നെയുള്ള പ്രധാനപ്പെട്ട ആളുകളാണ്. പക്ഷേ അതിനെ അവഗണിക്കുകയാണ് BJP. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഓർമ്മകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് എന്നതാണ് ഈ വിഷയം സംസാരിക്കുന്നു ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJP നേതാവ് ശ്രീമതി വിനീത ഹരിഹരൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ സച്ചിൻ നാരായണൻ, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, കോൺഗ്രസ് പ്രതിനിധി എന്നിവരാണ്. ആദ്യം ശ്രീമതി വിനീത ഹരിഹരൻ, ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ജനാധിപത്യ മാർഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ നേതൃത്വം ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആരാധനാക്രമങ്ങളുടെ സമ്പൂർണ്ണ നടത്തിപ്പുകാരായി മാറുകയും അതിൻ്റെ പേരിൽ രാജ്യമൊട്ടുക്ക് അവധി പോലെയുള്ള സംഗതികളെല്ലാം കൊടുത്ത് ദേശീയോത്സവം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു അസാധാരണത്വം, അഭംഗി നിങ്ങൾക്ക് തോന്നുന്നതേയില്ല എന്നാണോ? മാത്രമല്ലാണ്ട് ഇതൊരു സിവിലൈസേഷന്റെ ഒരു വലിയൊരു ഘട്ടം തന്നെയാണ് അയോധ്യ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതും കംപ്ലീറ്റ് ചെയ്യുന്നതും. നമുക്കിതിന്റെ ഹിസ്റ്ററി അറിയാം. 18th സെഞ്ചുറിയിൽ എങ്ങനെയാണ് അത് ഡിസ്ട്രോയ് ചെയ്തിട്ട് വേറൊരു മോസ്ക് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പല കോടതികളും പല കമ്മിറ്റീസും പോയിട്ടാണ്, സുപ്രീം കോർട്ട് വരെ പോയിട്ടാണ് ഈ ഒരു ട്രസ്റ്റ്, രാം ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് ആണ് ഈ ഒരു വിധി, ഈ ഒരു ടോട്ടൽ കൺസ്ട്രക്ഷൻ ഏറ്റെടുക്കുന്നതും. എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സും എല്ലാ റിലീജിയസ് ലീഡേഴ്സിനും ഈ ഒരു ക്ഷണക്കത്ത് പോയിട്ടുണ്ട്. അപ്പോ പ്രധാനമന്ത്രി ഒരു ഗസ്റ്റ് ആയിട്ടാണ് പോണത്. അവർക്ക് ഒരു ക്ഷണം കിട്ടിയിട്ട് അവർ പോകുന്നതാണ്. ഒരു VIP ഗസ്റ്റ് ആയിട്ടാണ് പോണത് അവര്. അപ്പോ ഇതൊരു ഹീസ് നോട്ട് അലൈനിങ് ഒരു പെർട്ടിക്കുലർ റിലിജൻ ആയിട്ടുള്ള അലൈൻ ചെയ്യുന്നത്. ഒരു സിവിലൈസേഷൻ മൈൽ സ്റ്റോൺ തന്നെയാണ് നമ്മൾ പറയാം. ബിക്കോസ് റാം ഒരു കിങ് ആയിരുന്നു. അവരുടെ ഗവർണൻസ് ഏറ്റവും ഒരു നല്ലൊരു ഗവർണൻസ് ആയിരുന്നു. രാം രാജ്യം എന്ന് പറഞ്ഞ് നമുക്കൊക്കെ അറിയാം. അത് ഏറ്റവും നല്ലൊരു ഗവർണൻസ് ആയിരുന്നു, ക്ലീൻ ഗവർണൻസ് ആയിരുന്നു. മഹിളകൾക്ക് സേഫ് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു അന്ന് രാം രാജ്യം എന്ന് പറയുമ്പോൾ. അതിന്റെ ഒരു സെലിബ്രേഷൻ തന്നെ ആയിട്ട് നമുക്ക് കാണണം. ഇതൊരു ഹിന്ദു റിലിജൻ മാത്രമായിട്ടല്ല, ഒരു സിവിലൈസേഷന്റെ ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. നമുക്കൊരു പ്രൈഡാണ്, പ്രൈഡ് ഓഫ് സിവിലൈസേഷൻ. സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വിശ്വാസവുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. താങ്കൾ പറയുന്ന വിശ്വാസം എല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതാണ്. ഇപ്പോൾ നമുക്കറിയാം എന്ന മട്ടിൽ താങ്കൾ പറഞ്ഞതുപോലെ 18th സെഞ്ചുറിയിൽ ഒരു മോസ്ക് പണിയുന്നത് അമ്പലം തകർത്തിട്ടാണ് എന്നൊക്കെയുള്ള വാദമൊന്നും കോടതി അംഗീകരിച്ചിട്ടില്ല. കോടതി അവിടെ ക്ഷേത്രം തകർത്താണ് പള്ളി പണിതതെന്നതിന് തെളിവില്ല. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. പള്ളി തകർത്തത് ഒരു നിയമലംഘന പ്രവർത്തനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമവായ രൂപത്തിലാണ് ഈ ക്ഷേത്രം ഇവിടെ പണിയട്ടെ എന്ന് പറയുന്നത്. അല്ലാതെ രാം ജന്മഭൂമി ട്രസ്റ്റ് അടക്കം ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ, വാദങ്ങൾ, അവരുടെ ആർഗ്യുമെന്റ്സ്, ഇതിനെയൊന്നും കോടതി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വിധി വായിച്ചാൽ മനസ്സിലാവുക. നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യം പോലില്ല, വിധി അവിടെ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, പ്രധാനമന്ത്രി ഇതിൻ്റെ ഒരു പ്രധാന ആളായിട്ട് നിൽക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ നടത്തുന്നത്. ഇത് മുഴുവൻ ആചാര ലംഘനമാണെന്ന് പറയുന്നത് ശങ്കരാചാര്യന്മാരാണ് 4 പ്രധാനപ്പെട്ട മഠങ്ങളിലെ.
അതാണ് ഞാൻ പറയുന്നത്, ഗവൺമെൻറ് ഒരു അമിതോത്സാഹം കാണിക്കുന്നു, മുന്നിൽ കയറി നിൽക്കുന്നു. അങ്ങനെ പാടുണ്ടോ എന്ന്. മുൻ പ്രധാനമന്ത്രിമാർ ഇത്തരം സന്ദർഭങ്ങൾ വന്നപ്പോഴെല്ലാം അവരുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഓർത്തു മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ല, പ്രധാനമന്ത്രിയുടെ എപ്പോഴും നമുക്കറിയാം നമ്മുടെ ഫിലോസഫി മോദി സർക്കാരിന്റെ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ പ്രയാസ് തന്നെയാണ്. അത് നമുക്കറിയാം. ഈ ന്യൂ ഇയറിലും ക്രിസ്മസിന്റെ ടൈമിലും അവർ ക്രിസ്ത്യൻസിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്തു. ന്യൂ ഇയറും ക്രിസ്മസും അവരുടെ വീട്ടിൽ ക്ഷണിച്ചു. പല പ്രിഡോമിനന്റ് ക്രിസ്ത്യൻ ഫാമിലീസും ക്രിസ്ത്യൻ ആൾക്കാരും ക്രിസ്ത്യൻ പേഴ്സണാലിറ്റീസും ഇൻവൈറ്റ് ചെയ്തു. അതേപോലെ മോസ്കിലും പോയിട്ടുണ്ട് പ്രധാനമന്ത്രി. ഇപ്പൊ ടെമ്പിളിലും പോകുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ടെമ്പിൾ ഹിന്ദു റിലിജൻ മാത്രമല്ലാണ്ട് ഇതൊരു വലിയൊരു സിവിലൈസേഷന്റെ തന്നെ ഒരു നേട്ടം തന്നെയാണെന്നാണ് ഒരു സിവിലൈസേഷൻ. നിങ്ങൾക്ക് പറയാം, ഞാൻ ചോദിക്കുന്ന ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാജ്യം, അതിന്റെ ഭരണഘടന അത് വെച്ച് നോക്കുമ്പോൾ സിവിലൈസേഷൻ പോലുള്ള വാക്കുകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. ഇത് ഒരു പ്രത്യേക മതവിഭാഗം അവരുടെ ആരാധനാക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തുകയും ചെയ്യുകയാണ്. അതിന് സിവിലൈസേഷൻ എന്ന് വിളിക്കാനുള്ള അവകാശമൊക്കെ അതിൻ്റെ ആളുകൾക്കുണ്ട്, അതിൽ തർക്കമില്ല. നമ്മൾ ഒരു കാര്യത്തെ നോക്കിക്കാണേണ്ടത് ഭരണഘടനാപരമായിട്ടാണല്ലോ. അപ്പോൾ 1951 സോംനാഥ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ രാഷ്ട്രപതിയെ വിളിക്കുമ്പോൾ നെഹ്റു പറഞ്ഞത് രാഷ്ട്രപതി പോകാൻ പാടില്ല, കാരണം അത് തെറ്റായ സന്ദേശം കൊടുക്കും, നമ്മുടെ ജോലി അതല്ല എന്നാണ്. മതങ്ങളെ സംരക്ഷിക്കുക, വിശ്വാസത്തെ സംരക്ഷിക്കുക, എല്ലാവർക്കും വിശ്വസിക്കാനുള്ള അവകാശം സംരക്ഷിക്കുക, അതാണ് ഭരണകൂടത്തിൻ്റെ ജോലി. അല്ലാതെ ഇത്തരം മതപരമായ ആക്ടിവിറ്റീസ് ചെയ്യൽ ഭരണകൂടത്തിൻ്റെ ജോലിയാണോ? അല്ല, പ്രധാനമന്ത്രി ഈ ഒരു റിലിജന് മാത്രമല്ലല്ലോ സഹകരിക്കുന്നത്. പല റിലിജൻസും പല റിലീജിയസ് ഫെസ്റ്റിവൽസിനും പോയിട്ടുണ്ട്. ഈ ഒരു റിലിജൻ മാത്രമല്ല, ഹിന്ദുയിസം മാത്രമല്ല പ്രധാനമന്ത്രി അലൈൻ ചെയ്ത് നിൽക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞു ജവഹർലാൽ നെഹ്റുവിന്റെ കേസ്. ജവഹർലാൽ നെഹ്റു ആണ് ആദ്യം ഈ ടെമ്പിളിനെ ലോക്ക് ചെയ്തിരിക്കുന്നത്. ആദ്യം പണ്ട് ASI ആർക്കിയോളജിക്കൽ സർവേ ഈ ഒരു റിമെയിൻസ് കണ്ടപ്പോൾ പെട്ടെന്ന് അവർ ലോക്ക് ചെയ്തിട്ട് പിന്നെയാണ് പല വിവാദങ്ങളിലും പല കോർട്ടിലും കേസസും നടന്നിട്ട് പിന്നെ കുറെ റയറ്റ്സും നടന്നു. പിന്നെ അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധിയാണ് അത് അൺലോക്ക് ചെയ്തത്. നിങ്ങൾക്ക് ഓർമ്മിക്കണം. അത് എന്താണ് നെഹ്റു ചെയ്തത് മനസ്സിലായില്ല. നെഹ്റു ചെയ്തത് എന്താണ് അത് പറയാമോ? നെഹ്റു എന്താണ് അല്ല ജെന്യുവിൻ ഹിന്ദു മതവികാരത്തോട് നെഹ്റു ചെയ്ത തെറ്റെന്താണ്? അല്ല, അത് ഞാൻ ജെനുവിൻ ഹിന്ദു മതത്തിൽ അവർ തെറ്റ് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. ലോക്ക് ചെയ്ത് വെച്ചു, അത് ലോക്ക് ചെയ്ത് സ്തംഭനാവസ്ഥയിൽ വെച്ചു. ഒരുപാട് കാലങ്ങൾ അതിന് റൈറ്റ്സ് ഉണ്ടായിരുന്നു. കോർട്ടിൽ കേസ് പോയി, പല വിവാദങ്ങൾ ഉണ്ടായി, പല കാര്യങ്ങളുണ്ടായി. പക്ഷെ ഒരു ഡിസിഷനും ഉണ്ടായില്ല. പക്ഷെ ഏറ്റവും വലിയ ഡിസൈസീവ് ഒരു കാര്യം നടന്നത് 2019 സുപ്രീം കോർട്ട് വേർഡിക്ട് പ്രകാരം അവിടെ ഒരു വെരി വെൽ ബാലൻസ്ഡ് ജുഡീഷ്യൽ ഡിസിഷൻ ആയിരുന്നു. ഇവിടെ ടെമ്പിൾ പണിയും 5 acres പിന്നെ മോസ്കിനും പണിയാൻ കൊടുത്തു. ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു വയലൻസ്. പ്രശ്നം വേറെ കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത് ശ്രീമതി വിനീത ഹരിഹരൻ, വെൽ ബാലൻസ്ഡ് ജുഡീഷ്യൽ ഡിസിഷൻ എന്ന് താങ്കൾ പറഞ്ഞല്ലോ. വെൽ ബാലൻസ്ഡ് എന്ന് പറയുന്ന വിധി കോടതി പറഞ്ഞത് നിങ്ങൾ പറയും പോലെ 18-ാം നൂറ്റാണ്ടിൽ അല്ല, അവിടെ നേരത്തെ 14-ാം നൂറ്റാണ്ടിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, അത് തകർത്താണ് ബാബർ പണിതത് എന്നത് ശരിയാണ് എന്ന് കോടതി പറഞ്ഞോ? ഇതിന് താഴെ ഹിന്ദു സ്ട്രക്ചറുകൾ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കോടതി പറഞ്ഞോ? ASI കൊണ്ടുവന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് മുഴുവൻ ശരിയാണ് എന്ന് കോടതി പറഞ്ഞോ? മുൻ ക്ഷേത്രത്തിൻ്റെ പാർട്സ് ഉപയോഗിച്ചിട്ടാണ് ഈ മോസ്ക് പണിതിരിക്കുന്നത് എന്ന് കോടതി സമ്മതിച്ചോ? ഇവയെല്ലാം കോടതി തള്ളുകയാണെന്ന് നമുക്ക് വിധി വായിച്ചാൽ കാണാൻ കഴിയും. കോടതി ഒരു സമവായം ഉണ്ടാക്കുകയാണ് ചെയ്തത്, ഒരു ഒത്തുതീർപ്പ്. അതെ, ഒരു ഫൈനൽ ഒരു വെൽ ബാലൻസ്ഡ് ഒരു ഡിസിഷൻ തന്നെയാണ്. എല്ലാം വായിച്ചിട്ടാണല്ലോ കോടതി ഒരു ഡിസിഷൻ ഡിസിഷനിലേക്ക് കോടതിക്ക് പോവേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇതിന്റെ പേരിലുണ്ടായിട്ടുള്ള രക്തച്ചൊരിച്ചിൽ, കലാപങ്ങൾ, രഥയാത്രകൾ ഉണ്ടാക്കിയ കലാപങ്ങൾ, കൊല്ലപ്പെട്ട മനുഷ്യർ, അതിനെക്കുറിച്ച് കോടതി ഭയന്ന് കാണില്ലേ? മതത്തിലും ഇതിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു വയലൻസും ഉണ്ടായിട്ടില്ല. ഇതിന് ശേഷം നമ്മൾ ഡിബേറ്റും ചർച്ച ചെയ്തിട്ട് വയലൻസും ഇങ്ങനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാണ്ട് ഇരിക്കാന്നാണ് നമുക്കൊക്കെ ഒരു അഭ്യർത്ഥന ഉള്ളതും. അല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീമതി വിനീത ഹരിഹരൻ, ഇപ്പൊ കോടതി എന്തുകൊണ്ടാണ് സമവായത്തിലേക്ക് പോയത്? കോടതിയെ ഇങ്ങനെ ഒരു കൺസെൻസസ് ഉണ്ടാക്കാം, സമവായം ഉണ്ടാക്കാമെന്ന് കോടതി ചിന്തിച്ചത് ഈ ബാബരി മസ്ജിദിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള രഥയാത്രകൾ, അതിന്റെ പേരിൽ ഉണ്ടാക്കിയ കലാപങ്ങൾ, അതിൽ കൊല്ലപ്പെട്ട മനുഷ്യർ, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകുമെന്ന് പേടിച്ചിട്ടല്ലേ കോടതി സത്യത്തിൽ ഒരു സമവായ വിധി പറയുന്നത്?
കോടതിയിൽ നമുക്ക് അവരുടെ ഒരു ഡിസിഷനും ക്വസ്റ്റ്യൻ ചെയ്യേണ്ട നമ്മുടെ കാര്യമല്ല. ഇറ്റ് ഇസ് എ ജുഡീഷ്യൽ ഡിസിഷൻ. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമല്ല. കോടതിയുടെ എന്താ ഡിസിഷൻ വെച്ചാൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടേ ഉള്ളൂ മോദി സർക്കാർ. അത് റെക്കോർഡ് ടൈമിൽ കൺസ്ട്രക്ട് ചെയ്ത് കൊടുത്തു അയോധ്യയിലെ ഒരു ടെമ്പിളും. പിന്നെ ആ ടെമ്പിൾ മാത്രമല്ല, അതിന്റെ ചുറ്റും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, മോഡേണൈസേഷൻ ഓഫ് അയോധ്യ, ഒരുപാട് കാര്യങ്ങൾ, എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് അവിടെ. അപ്പൊ അതൊരു ടെമ്പിൾ മാത്രം കാണാണ്ട് ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ആയിട്ട് കാണണം. ഇതൊരു വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയാണ് ഇന്ത്യക്ക് തന്നെ നമുക്ക് ഒരു വലിയ മൈൽ സ്റ്റോൺ തന്നെയാണ്. ഇപ്പൊ ഒരു ഹോളിഡേ പ്രഖ്യാപിക്കുന്നതാണെങ്കിൽ പല ഫെസ്റ്റിവൽസും നമ്മൾ ഹോളിഡേസ് പ്രഖ്യാപിക്കുന്നുണ്ട്. മുസ്ലിം ഫെസ്റ്റിവൽസിനും ഹിന്ദു ഫെസ്റ്റിവൽസും ക്രിസ്ത്യൻ ഫെസ്റ്റിവൽസും ഹോളിഡേ ഉണ്ട്, നാഷണൽ ഹോളിഡേ ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഒരു ഹോളിഡേ തന്നെ ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇതൊരു വലിയൊരു ഇവന്റ് തന്നെയാണ്. ഇതിൽ ഒരുപാട് സെക്യൂരിറ്റി മെഷേഴ്സ്. അപ്പൊ ഒരു നല്ല രീതിയിൽ ഒരു നടത്താൻ ശങ്കരാചാര്യന്മാരുണ്ടല്ലോ, ഈ ഹിന്ദു മതത്തിലെ പ്രധാനപ്പെട്ട പുരോഹിത ശ്രേഷ്ഠരാണല്ലോ, അവർ പറയുന്നു ഇത് ആചാരവിധി പ്രകാരമല്ല ഇതിന്റെ മുഹൂർത്തം നിശ്ചയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപൊരു മുഹൂർത്തം വേണമെന്ന് ആവശ്യപ്പെടുന്നു. മുഹൂർത്തം നിശ്ചയിക്കുന്ന ആളുകൾ അതിൽ കൊള്ളാവുന്ന ഒരു മുഹൂർത്തം കൊടുക്കുന്നു. ഇതിന്റെ ഗർഭഗൃഹം മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്, ക്ഷേത്രം പൂർത്തിയായിട്ടില്ല. ക്ഷേത്രം പൂർത്തിയാകാതെ പ്രതിഷ്ഠ നടത്തുന്നത് വിശ്വാസരഹിതമാണ്, അല്ലെങ്കിൽ വിശ്വാസവിരുദ്ധമാണ്. ഒരാളുടെ പേര് പ്രചരിപ്പിക്കാനും അയാൾക്ക് പബ്ലിസിറ്റി ഉണ്ടാവാനും ആചാരങ്ങളെ മറികടക്കുന്നത് ദൈവത്തോടുള്ള കലാപമാണ്. ഇത് പറഞ്ഞത് ശങ്കരാചാര്യന്മാരാണ്. എന്ന് വെച്ചാൽ ഹിന്ദു മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കസേരകളിൽ ഇരിക്കുന്ന ആളുകൾ. നിങ്ങൾക്കത് പ്രശ്നമല്ലേ? ഒരു ആളുടെ പേരിന് വേണ്ടിയിട്ടും ഒന്നല്ല. ഇതൊരു നമ്മുടെ BJPയുടെ ഒരു മാനിഫെസ്റ്റോ തന്നെയാണ്. പണ്ടുള്ള മാനിഫെസ്റ്റോയിൽ തന്നെ എഴുതിയിട്ടുണ്ട്, റാം ടെമ്പിൾ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ മാനിഫെസ്റ്റോയിൽ തന്നെ ഉണ്ട്. അപ്പൊ മോദി സർക്കാർ, മോദി ജിക്ക് വേണ്ടിയിട്ട് മാത്രമില്ല ഒരു നേട്ടമല്ല ഇത് ഫുൾ ഒരു കൺട്രിയിൽ തന്നെ ഒരു മാറ്റർ ഓഫ് പ്രൈഡ് ആണ്. കൺസ്ട്രക്ഷൻ റെക്കോർഡ് ടൈമിൽ നടത്തിയിട്ടുണ്ട്. പിന്നെ 2019 വിധി വന്നത്. 2020 നമുക്ക് ഓൾറെഡി അതിന്റെ ഒരു തുടക്കം നൽകി. നമ്മൾ ഇപ്പോ നമ്മൾ ആ ഒരു ഡേറ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ക്ഷേത്ര നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞില്ലല്ലോ. ക്ഷേത്ര നിർമ്മാണം പൂർണ്ണമായും കഴിഞ്ഞില്ലല്ലോ. അപ്പൊ ക്ഷേത്ര നിർമ്മാണം പൂർണ്ണമായും കഴിയാതെ അതിൽ പ്രതിഷ്ഠ നടത്തുന്നത് ആചാരവിധി പ്രകാരം തെറ്റാണ് എന്നാണ് ശങ്കരാചാര്യന്മാർ ഒരുമിച്ച് പറയുന്നത്. അതുകൊണ്ട് അവർ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല, അവരെ ഒട്ട് ക്ഷണിച്ചിട്ടുമില്ല. അവർ വിശ്വാസപരമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കമന്റ് എന്താണ്? ഇല്ല, വിശ്വാസപരമായ ഒരു കാര്യം ഒന്നുമില്ല ഇതിൽ. ഇതൊരു നല്ലൊരു എല്ലാ ആചാര്യന്മാർക്കും എല്ലാ പുരോഹിതന്മാർക്കും ഇത് ഒരു വലിയൊരു നേട്ടം തന്നെയാണ് അയോധ്യ ടെമ്പിൾ കൺസ്ട്രക്ഷൻ. ശങ്കരാചാര്യന്മാർക്ക് നേട്ടമായിട്ട് തോന്നുന്നില്ല. നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു വിവാദവും ഇല്ല, ഒരു വാദവും ഇല്ല, ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞ ശങ്കരാചാര്യന്മാർ ഇപ്പൊ 4 പ്രധാനപ്പെട്ട പീഠങ്ങളിലിരിക്കുന്ന 4 പ്രധാനപ്പെട്ട മഠങ്ങളിലെ ശങ്കരാചാര്യന്മാർ ഈ ചെയ്യുന്നത് മോദിയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്, ഇത് വിശ്വാസവിരുദ്ധമാണ്, ഇത് ദൈവത്തിനെതിരായിട്ടുള്ള കലാപമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവാദമില്ല എന്ന് പറയല്ലേ, അവർക്ക് ഒബ്ജക്ഷൻ ഉണ്ട്. ആ ഒബ്ജക്ഷനെ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത്? ഇല്ല, ആ ഒബ്ജക്ഷനൊക്കെ അഡ്രസ് ചെയ്തിട്ട് തന്നെയാണല്ലോ ഈ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, ഈ മുഹൂർത്തം ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു വിവാദം ആ എല്ലാ കാര്യത്തിലും ഇത്രയും വലിയൊരു ഇവന്റ് ആവുമ്പോൾ എല്ലാത്തിനും ഒരു വിവാദം ഉണ്ടാവും, ഒരു കോൺട്രവേഴ്സി ഉണ്ടാവും. അതൊക്കെ നമ്മൾ എങ്ങനെ പരിഹരിക്കാന്നാണ് അതിന്റെ ഒരു സക്സസ് ഇരിക്കുന്നത്. ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയും അഡ്മിനിസ്ട്രേറ്റീവ് സക്സസിന്റെ ഒരു മൈൽ സ്റ്റോൺ ആണ്. എങ്ങനെ നമ്മൾ ഈ കോൺട്രവേഴ്സീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ നമുക്ക് ഈ വിവാദങ്ങൾ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്നത്, എല്ലാ കൺസെൻസസ് ബിൽഡിംഗ് ആണ് ഏറ്റവും വലിയ ഒരു നേട്ടം മോദി സർക്കാർ. മോദിജിയുടെ ഏറ്റവും വലിയ ഒരു സക്സസ് സ്റ്റോറി തന്നെ അത് തന്നെയാണ് സബ്കാ വികാസ് സബ്കാ പ്രയാസ് പറഞ്ഞ. അത് കൺസെൻസസ് ഉണ്ടാക്കുന്നത് എപ്പോഴാണോ ആചാരപരമായി അല്ല ശ്രീമതി വിനീത, ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആചാരപരമായ കാര്യത്തിൽ എന്തിനാണ് കൺസെൻസസ് ഉണ്ടാക്കുന്നത്? ആചാരപരമായ കാര്യം ആചാരപരമായി ചെയ്യാൻ കഴിയുന്നത് എപ്പോഴാണോ അപ്പോൾ ചെയ്യുക, അതല്ല വേണ്ടത്. ആചാരപരമായ കാര്യം എപ്പോഴാണോ ചെയ്യാൻ കഴിയുക ആചാരപരമായി കൃത്യതയോടെ അപ്പൊ ചെയ്യുക തന്നെയാണ് എല്ലാം നടത്തിയിരിക്കുന്നത്. ഈ സമയത്ത് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുതിർന്ന നേതാക്കളും മുതിർന്ന ആൾക്കാരുടെ ഒരു വിസ്ഡമിന് നമുക്ക് ഒരു ബെനിഫിറ്റ് കൊടുക്കണം. ബെനിഫിറ്റ് ഓഫ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായോ വിനീത? എന്റെ ചോദ്യം അതാണ്. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായോ? കാര്യങ്ങളാണ് അതിൽ നമുക്ക് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായോ? ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായോ? ആ മറ്റേ സാങ്ടം സാങ്ടോർ എന്ന് പറഞ്ഞ ഒരു മെയിൻ ഐഡൽ പൂർത്തിയായിട്ടുണ്ട്. ഓൾ റെസ്പെക്ട്സ് ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ഒരു കൺസ്ട്രക്ഷന്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്യാനായിട്ട് ഒരു കണ്ടീഷനിൽ തന്നെയാണ് റാം ടെമ്പിൾ. അപ്പൊ അതിൽ നമുക്ക് ഒരു തർക്കിക്കേണ്ട ഒരു ആവശ്യമില്ല. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതിനു ശേഷം അവിടെ പ്രതിഷ്ഠ നടത്തിയാൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളോട് പറയാനുള്ളത് എന്താണ്? കാരണം ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാവുകയും അവിടെയുള്ള ക്രമീകരണങ്ങൾ പൂർണ്ണമാവുകയും ചെയ്താൽ അതിൻ്റെ പിറ്റേന്ന് മുതൽ ആളുകൾക്ക് വരികയും സന്ദർശിക്കുകയും പ്രാർത്ഥന നടത്തുകയൊക്കെ ചെയ്യാം.
ഇതിപ്പോൾ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞാലും വലിയ തോതിൽ ആളുകൾക്ക് സന്ദർശിക്കാൻ കഴിയില്ല. വീണ്ടും കൺസ്ട്രക്ഷന് വേണ്ടി അടച്ചിടുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ പ്രതിഷ്ഠ നടത്തണം, അതൊരു നാഷണൽ ഇവൻ്റ് ആവണം, അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുന്നതിൻ്റെ വിശ്വാസപരമായ കാരണം എന്താണ്? അല്ല, ഇത് ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. ഈ ഒരു മൈൽ സ്റ്റോണിൽ നമുക്ക് അത് ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ മൈൽ സ്റ്റോൺ എടുത്തോളൂ. ഞാൻ ചോദിക്കുന്നത് പക്ഷേ ആ മൈൽ സ്റ്റോൺ ഇത്ര ധൃതി പിടിക്കുന്നത് എന്തിനാണ് ചോദിക്കുക? നിങ്ങളുടെ മൈൽ സ്റ്റോൺ എടുത്തോളൂ. നിങ്ങളുടെ മൈൽ സ്റ്റോൺ ആണ്, നിങ്ങളുടെ പ്രകടനപത്രമുള്ള കാര്യമാണ് സമ്മതിക്കുന്നത്. നിങ്ങൾ ധൃതി പിടിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ് ശങ്കരാചാര്യന്മാർ. ഇനി വരിക നമുക്ക് ഈ സർക്കാർ അല്ല ഇല്ല, അതിന്റെ ഒക്കെ വിവാദമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മുഹൂർത്തം നിങ്ങൾ ആ കാര്യത്തിൽ അപ്ഡേറ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ എന്താണ് വരുന്ന ഗവൺമെന്റ് ഏതാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഈ സർക്കാരിന്റെ പ്രൈഡിന്റെ ഭാഗമാണ് ഇത്, അതുകൊണ്ട് നടപ്പിലാക്കുന്നതാണോ താങ്കൾ തുറന്നു പറയുന്നത്? അതെ, അത് തന്നെയാണ് ഈ സർക്കാരിന്റെ പ്രൈഡിന്റെ ഭാഗം തന്നെയാണ്. ഇത്രയും വലിയൊരു നേട്ടം നമ്മൾ നേടിയിട്ടുണ്ട്. സുപ്രീം കോർട്ട് വേർഡിക്റ്റ് വന്നിട്ടുണ്ട്, ഒരു ബാലൻസ് ജഡ്ജ്മെന്റ്. ഈ സർക്കാരിന്റെ അഭിമാനം തെരഞ്ഞെടുപ്പിന് മുമ്പ് രേഖപ്പെടുത്താൻ എന്ന് വെച്ചാൽ ഈ സർക്കാരിന്റെ അഭിമാനം നല്ലൊരു കണ്ടീഷനിൽ തന്നെയാണ് നമ്മൾ അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശ്രീമതി വിനീത, അപ്പൊ ഈ സർക്കാരിന്റെ അഭിമാനം തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾക്ക് രേഖപ്പെടുത്തണം, പൊളിറ്റിക്കലി രേഖപ്പെടുത്തണം. അതിന് നിങ്ങളുടെ വിശ്വാസത്തെ തൽക്കാലം ഒന്ന് മറികടക്കുകയാണ് എന്ന് വെച്ചാൽ ആചാരത്തെയൊക്കെ മാറ്റിവെച്ച് നമുക്ക് പൊളിറ്റിക്കലി ആവശ്യമുള്ള സമയത്ത് പ്രതിഷ്ഠ നടത്തണം. അതല്ല ഈ നടക്കുന്നത്. ഇത് ഇല്ല, ഒരിക്കലുമല്ല. പ്രാൺ പ്രതിഷ്ഠ തന്നെയാണ് ഇത്. ഒരു സാങ്ക്ടറിന്റെ ഇനോഗ്രേഷൻ നടത്താണ്. ഫൗണ്ടേഷൻ സ്റ്റോൺ നമ്മൾ ലേ ചെയ്യില്ലേ പല ബിൽഡിംഗ്സിലും, അങ്ങനെ നമ്മൾ നടത്തില്ല, അതിന്റെ ഒരു ഫംഗ്ഷൻ നടത്തില്ല. അതിന്റെ മോദി ഇതിനേക്കാൾ വലിയ ഇവന്റായി നടത്തി കഴിഞ്ഞു. നമ്മൾ കണ്ടതല്ലേ? അത് വേറെ, ഫൗണ്ടേഷൻ സ്റ്റോൺ വേറെ. ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ പിന്നെ സ്ട്രക്ചർ പൂർത്തിയായി കഴിഞ്ഞാണ് ഗർഭഗൃഹത്തിൽ ഇത് സ്ഥാപിക്കുക എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. അപ്പൊ ഗർഭഗൃഹം മാത്രം പൂർണ്ണമായാൽ പോരാ, ശരീരമാകെ പൂർണ്ണമാകണം. അപ്പോഴാണ് ഈ ഇതിനകത്തുള്ള ഡയറ്റിക്ക് പൂർണ്ണത വരിക എന്ന് പറയുന്നത് ശങ്കരാചാര്യന്മാരാണ്. ഞാൻ അത് കേട്ട് മനസ്സിലാക്കി ചോദിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് മൊത്തത്തിൽ പ്രശ്നമുണ്ടെന്നും ഇത് ഒരു പൊളിറ്റിക്കൽ പബ്ലിസിറ്റി ഉദ്ദേശിക്കുന്നുണ്ട്, അങ്ങനെ ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കരുത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ വാദത്തിന്റെ പ്രസക്തി, അതിന്റെ എന്താ പറയുക, അതിന്റെ പ്രസക്തി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞ വിവാദമാണെന്ന് പറയരുത്. നിങ്ങൾ തന്നെ പറയാണ് ഇത് ഈ സർക്കാരിന് പോകും മുമ്പ് പൂർത്തിയാക്കണമെന്ന്. എന്ന് വെച്ചാൽ ഈ സർക്കാരിന് പോകുന്നതിന് മുമ്പ് ഈ സംഗതി ഒരു മാർക്ക് ചെയ്യാൻ വേണ്ടി വിശ്വാസത്തെ നിങ്ങൾ കുറച്ചുകൂടി നേരത്തെ പിടിച്ചിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. ഒരിക്കലുമല്ല. അത് ഒരു ഇനോഗ്രേറ്റ് ചെയ്തിട്ട് അത് നടപ്പിലാക്കുന്ന ഒരു സർക്കാർ തന്നെയാണ് ഇത്, മോദി സർക്കാർ. ഒരിക്കലും നമ്മൾ ഹാഫ് ഫിനിഷ് പ്രോജക്ട്സ് നമ്മൾ വെച്ചിട്ടില്ല എവിടെയും. എല്ലാ പ്രോഗ്രാംസും നോക്കൂ നിങ്ങൾ, എത്രത്തോളം ബെനിഫിഷ്യറീസ് നമ്മൾ ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ മതത്തിലും എല്ലാ സെക്ടറിനും എല്ലാ കാസ്റ്റ് ക്രീഡിനും വേണ്ടിയിട്ടാണ് പ്രോഗ്രാംസും പോളിസീസും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻക്ലൂസീവ് പോളിസിയാണ് ഇത്. വെറുതെ നമ്മൾ മതത്തിന്റെ പേരിൽ കാര്യമില്ല. പർട്ടിക്കുലർ റിലീജിയന്റെ ശരി, ശ്രീമതി വിനീത ഹരിഹരൻ, ഇപ്പോൾ അവിടെ 5 ഏക്കർ സ്ഥലം അനുവദിക്കാൻ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ. അവിടെ ആരോ പള്ളി ഉണ്ടാക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ആ പള്ളിയുടെ ശിലാസ്ഥാപനത്തിനും അതിൻ്റെ ഉദ്ഘാടനത്തിനും ഒക്കെ ഇതുപോലെ പ്രധാനമന്ത്രി മുഖ്യ കർമ്മിയാകുമോ? അദ്ദേഹം അതിനുവേണ്ടി വ്രതം എടുത്ത് പോവുകയും ആരാധന നിർവഹിക്കുകയൊക്കെ ചെയ്യുമോ? എനിക്ക് പ്രധാനമന്ത്രിയുടെ ബിഹാഫിന് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ പ്രധാനമന്ത്രി എല്ലാ റിലീജിയനും എല്ലാ സെക്ടറിനും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ലീഡർ തന്നെയാണ്. അത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. എല്ലാത്തിനും അവർ കൂടെ നിൽക്കും, എല്ലാ റിലീജിയനും കൂടെ നിൽക്കും. മുസ്ലിംസിന് വേണ്ടിയിട്ട് എത്രത്തോളം അവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം. ഹജ്ജിന് വേണ്ടിയിട്ട് എത്രത്തോളം സൗകര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം പീസ്ഫുൾ ആയിട്ട്. ഒരു ദേശീയ ഉത്സവമാണെന്ന് പറയുകയാണ് BJP. ശ്രീരാമന് അദ്ദേഹം ജനിച്ച സ്ഥലത്ത് ക്ഷേത്രമൊരുങ്ങുക എന്നത് വിശ്വാസികളുടെ സ്വപ്നമായിരുന്നു അത്രേ. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ മാറ്റിയെടുത്തു. അത് പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ടുള്ള വലിയ ഡ്രാമ, അതൊക്കെ മാറ്റിയെടുത്തു. പക്ഷേ ആത്യന്തികമായി ക്ഷേത്രം ഒരുങ്ങുകയാണല്ലോ. ആ ക്ഷേത്രം ഒരുങ്ങുന്നത് രാജ്യത്തെ സംബന്ധിച്ച അഭിമാന നിമിഷമാണ്, വിശ്വാസികളെ സംബന്ധിച്ച് ദേശീയ നേട്ടമാണ് എന്ന പോയിന്റിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ എൻ്റെ പ്രിയ സ്നേഹിത വിനീത ഹരിഹരനെ അഭിനന്ദിക്കാൻ കുറച്ച് സമയമെടുക്കുകയാണ്. കാര്യം ഈ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട എനിക്ക് തോന്നുന്നു 7ാമത്തെ ചർച്ചയാണിത് ഞാൻ പങ്കെടുക്കുന്നത്. അതിൽ ഒരിടത്തും BJPയുടെ പ്രതിനിധികൾ
ഇതിന് പിന്നിൽ അവർക്കൊരു പൊളിറ്റിക്കൽ മോട്ടീവ് ഉണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ വിനീത് അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അത് അവരുടെ ഗവൺമെന്റിന്റെ ഭാഗമാണെന്നും അത് അവരുടെ സർക്കാർ മുമ്പോട്ട് വെച്ച ആശയമാണെന്നും ഒക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു, നല്ല കാര്യം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ വിനീതേ, ഈ പൊളിറ്റിക്കലൈസേഷൻ ഓഫ് ഹിന്ദു, അവിടെയാണ് പ്രശ്നമുണ്ടാവുന്നത്. ഹിന്ദു അവിടെ ഉണ്ടായിക്കോട്ടെ, ഹിന്ദുവിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ഹിന്ദുവിന്റെ ആശയങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഹിന്ദുസത്തെ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ്, നമുക്ക് മാറ്റി പറയാൻ പറ്റില്ലല്ലോ, തള്ളിക്കളയാനുമാവില്ല. അത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ 1923 വളരെ കൃത്യമായി, ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് വിനായക് ദാമോദർ സവർക്കർ എഴുതി വെച്ച ദ ഹിന്ദുത്വയിൽ പറയുന്നത് പോലെ പൊളിറ്റിക്കലൈസേഷൻ ഓഫ് ഹിന്ദു ടു അക്വയർ ദ പൊളിറ്റിക്കൽ പവർ അക്വയർ ചെയ്യാൻ വേണ്ടി ഹിന്ദുവിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുക, രാമനെ പൊളിറ്റിക്കലൈസ് ചെയ്യുക, രാമജന്മഭൂമിയെ പൊളിറ്റിക്കലൈസ് ചെയ്യുക എന്നുള്ള ഇവരുടെ തത്വമുണ്ടല്ലോ, ആ തത്വത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. അത് ഇനിയും എതിർത്തുകൊണ്ട് തന്നെ ഇരിക്കും. നമുക്ക് പരിചയമുള്ള രാമൻ സ്വന്തം പിതാവിന്റെ ആവശ്യപ്രകാരം രാജ്യവും രാജഭരണവും ഒക്കെ സാക്രിഫൈസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഭരതനെ ഏൽപ്പിച്ച് വനവാസത്തിന് പോകുന്ന രാമനെയാണ് നമുക്ക് പരിചയം. പക്ഷേ ഇവിടെ ഈ ആധുനിക ഇന്ത്യയിൽ 2024 നമ്മൾ കാണുന്നത് രാമനെയല്ല, അത് നരേന്ദ്രനെയാണ്. ഏത് വിധേനയും രാമന്റെ പേരുപയോഗിച്ചുകൊണ്ട് നാമം ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് കടന്നു കയറുക എന്ന ലക്ഷ്യത്തോടു കൂടി അയോധ്യയിലേക്ക് അധികാരമെന്ന ഒറ്റ ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട് നടന്നു വരുന്ന നരേന്ദ്രനെയാണ്. നരേന്ദ്രൻ യഥാർത്ഥ രാമന് എതിരാണ് എന്നുള്ളത് വിശ്വാസികൾ തിരിച്ചറിയുന്ന കാലം വിദൂരമല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് വ്യത്യാസമുണ്ടാവും. പിന്നീട് വിനീത ഇവിടെ പറയുന്നത് നോക്കൂ, ക്രിസ്ത്യൻ സമൂഹത്തെ മുഴുവൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ക്രിസ്ത്യൻ സമൂഹത്തിനൊപ്പം നരേന്ദ്രമോദി ന്യൂ ഇയർ വിരുന്നിരുന്നില്ലേ, ക്രിസ്മസിന് കേക്ക് കട്ടിയതില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ക്രിസ്മസിന് കേക്ക് കട്ട് ചെയ്യുന്ന അതേ സമയത്ത് മണിപ്പൂരിൽ ഇപ്പോഴും മുറിവുണങ്ങാത്ത ക്രിസ്ത്യൻ സഹോദരിമാരുണ്ട്. ഇപ്പോഴും മാനഭംഗത്തിൽ പെട്ടിട്ട് അതിന്റെ ഞെട്ടൽ വിട്ടുമാറാത്ത ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളുണ്ട്, ഹിന്ദു സമുദായ അംഗങ്ങളുണ്ട്, അവിടുത്തെ ഗോത്ര വിഭാഗക്കാരുണ്ട്. അതിന്റെ ഇടയിലാണ് നിങ്ങൾ കേക്ക് കട്ടിയത്, അതിന്റെ ഇടയിലാണ് നിങ്ങൾ ഈ പറയുന്ന വീഞ്ഞ് പങ്കിട്ടത്. അവിടെ തന്നെ വിനീത ഉപയോഗിച്ചൊരു ലാംഗ്വേജ് ഉണ്ട്, പ്രീഡൊമിനന്റ് ക്രിസ്ത്യൻ ഫാമിലീസ്. ഇതാ നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ട്. ഈ രാജ്യത്ത് പ്രീഡൊമിനന്റ് ക്രിസ്ത്യൻ ഫാമിലീസ് മാത്രമല്ല വിനീത, ഇവിടെ ആദിവാസിയായ ക്രിസ്ത്യനുണ്ട്, നാടാർ ക്രിസ്ത്യനുണ്ട്, അധസ്ഥിത വർഗത്തിലുള്ള ക്രിസ്ത്യനുണ്ട്. അപ്പൊ പൂർണ്ണമായും എല്ലാവരെയും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ആണ് ഞങ്ങളുടേത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നേരെ തന്നെ നോക്കി നിങ്ങളുടെ കിറിക്ക് തന്നെ കുത്തുന്നതായിരിക്കും എന്നുള്ളതാണ്. ഇനി എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? വളരെ കൃത്യമാണല്ലോ. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തുള്ള 4 പീഠങ്ങളും ശങ്കരാചാര്യ പീഠങ്ങളാണ് സ്വാഭാവികമായും ഹിന്ദു മതത്തിൽ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുന്ന, താന്ത്രിക വിധികളെ അക്സെപ്റ്റ് ചെയ്യുന്ന അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ആദ്യം മീഡിയാസ്, മാധ്യമങ്ങൾ, വിശ്വാസികളൊക്കെ നോക്കുന്നത് ശങ്കരാചാര്യ പീഠങ്ങളിലേക്കാണ്. ആ 4 പീഠങ്ങളും പൂർണ്ണമായി പറയുന്നു ഇത് ആചാരലംഘനമാണ്. ഇപ്പോൾ നടക്കാൻ പോകുന്നത് താന്ത്രിക വിധപ്രകാരമുള്ളതല്ല, അവിടെ പണ്ഡിതന്മാരുടെ യാതൊരുവിധ പിന്തുണയും ഇതിനില്ല. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, പൊളിറ്റിക്കലൈസേഷൻ ഓഫ് ഹിന്ദു നടത്താൻ വേണ്ടി, പൊളിറ്റിക്കലൈസേഷൻ ഓഫ് രാമൻ നടത്താൻ വേണ്ടി 2024 മറ്റൊന്നും പറയാനില്ലാത്തവർ ഇതും പറഞ്ഞുകൊണ്ട് പുറപ്പെടുകയാണ് എന്നുള്ളതാണ്. ഇവർക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? വികസനം പറയാൻ പറ്റുമോ? ഈ രാജ്യത്തെ വികസനം പറയാൻ പറ്റുമോ? 10-12 ലക്ഷത്തോളം യുവാക്കളാണ് ഈ രാജ്യത്ത് നിന്ന് തൊഴിലില്ലാതെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു വർഷം. ഇപ്പൊ നേരത്തെ വിനീത പറയുകയാണ് ഈ രാജ്യത്ത് രാമൻ ഭരിച്ചപ്പോൾ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷിതത്വമായിരുന്നു. വിനീത, NCRBയുടെ റിപ്പോർട്ടുണ്ട്, അങ്ങേക്ക് അറിയാമോ? കഴിഞ്ഞ 2022 തൊട്ട് 23 വരെയുള്ള വർഷം ഈ രാജ്യത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം വർദ്ധിച്ചിരിക്കുന്നത് 34%. 34% NCRB ആണ് പറയുന്നത്. അപ്പോ രാമൻ ഭരിച്ചിരുന്നപ്പോൾ സുരക്ഷിതയായിരുന്ന സ്ത്രീകൾ ഈ രാജ്യത്ത് നരേന്ദ്രൻ ഭരിക്കുമ്പോൾ സുരക്ഷിതരല്ല എന്ന് നിങ്ങളുടെ ഏജൻസികൾ തന്നെ വ്യക്തമാക്കുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ ചോദിച്ചു, എല്ലാവർക്കും പൂർണ്ണനായ, എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയ, മുസ്ലിം സമുദായത്തെ ഒരുപാട് സ്നേഹിച്ച നരേന്ദ്രമോദിയുടെ ചരിത്രത്തിലെ രേഖകൾ നമ്മുടെ മുമ്പിൽ ഇല്ലേ എന്നാണ് വിനീത് ചോദിക്കുന്നത്. ഉണ്ട്. ഒരു 2 ആഴ്ച മുമ്പ് ബിൽക്കിസ് ബാനുവിന്റെ കേസിലെ വിധിയിലൂടെ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് മുസ്ലിം സമുദായത്തെ നരേന്ദ്ര ദാമോദർ ദാസ് ഭായി മോദി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഇവിടെ കോൺഗ്രസ് എതിർക്കുന്നത് വളരെ കൃത്യമാണ്. ഹിന്ദുവിനെ, രാമനെ ഒക്കെ അങ്ങ് പൊളിറ്റിക്കലൈസ് ചെയ്ത് കളഞ്ഞേക്കാം, അതിന്റെയൊക്കെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വാരിയേക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഇപ്പൊ തന്നെ ഈ ചടങ്ങ് നടത്തുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ്, അതുകൊണ്ട് ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അതേസമയം നിങ്ങളുടെ PCC അധ്യക്ഷന്മാർ, PCC നേതാക്കൾ ഈ 22-ന് മുമ്പും പിന്നെയുള്ള ദിവസങ്ങളിൽ അവിടെ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, രാമക്ഷേത്രത്തെ BJP ഉപയോഗപ്പെടുത്തുന്നു എന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. രാമക്ഷേത്രം അവിടെ സ്ഥാപിതമാവുക എന്നത് ദേശീയമായ ഒരു ഉത്സവമാണ്, ദേശീയമായ ഒരു അച്ചീവ്മെൻ്റാണ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അതിനോട് യോജിക്കുന്നുണ്ടോ ചോദിക്കുക? രാമന് ക്ഷേത്രം ഉണ്ടാവുക എന്നത്, പ്രത്യേകിച്ച് ഈ തകർക്കപ്പെട്ട
പള്ളിയുടെ സ്ഥലത്ത് തന്നെ ക്ഷേത്രം നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു നാഷണൽ അച്ചീവ്മെൻ്റ് ആണ് എന്ന വാദം കോൺഗ്രസിന് യോജിക്കാൻ കഴിയുന്ന ഒന്നാണോ, അതോ അവിടെ മതനിരപേക്ഷത എന്ന ആശയത്തിന് മുറിവേറ്റതിൻ്റെ ചരിത്രം ഉണങ്ങാതെ കിടപ്പുണ്ട് എന്ന പോയിന്റ് കോൺഗ്രസിനുണ്ടോ? വളരെ കൃത്യമാണ് ശ്രീ നിഷാദ്. ഒരിക്കലും അതൊരു ദേശീയ ഉത്സവമായോ ദേശീയ നേട്ടമായോ കോൺഗ്രസിന് അംഗീകരിക്കാനേ ആവില്ല. അവിടെയാണല്ലോ വിനീത് അടക്കം പറയുകയാണ്, എന്താണ് അവിടെ ഒരു മോസ്ക് ഉണ്ടായിരുന്നു, ആ മോസ്കിന് മുമ്പ് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, ആ ക്ഷേത്രം ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് മോസ്ക് വന്നതെന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിക്ക് മുമ്പ് പരിഗണിച്ചിരുന്ന ആർക്കിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് അടക്കം പറയുന്നു അവിടെ ക്ഷേത്രത്തിന്റെ യാതൊരു അവശേഷിപ്പുകളും കണ്ടിരുന്നില്ല. ഇങ്ങനെ BJP ഈ പൂർണ്ണമായും അതൊരു ചരിത്ര അവശേഷിപ്പല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, അതൊരു മുറിവുണങ്ങാത്ത വേദിയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ ചരിത്രത്തെ മുഴുവൻ, ഈ പറയുന്ന നാഷണൽ ആർക്കൈവ്സുകളെ മുഴുവൻ, എല്ലാ റെക്കോർഡുകളെ മുഴുവൻ അവരുടെ ഒരു BJP സംഘപരിവാർ നരേറ്റീവിലൂടെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ കോൺഗ്രസിന് കൃത്യമായ എതിർപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ദേശീയ ഉത്സവമല്ല. വളരെ കൃത്യമാണ് കോൺഗ്രസിന്റെ സ്റ്റാൻഡ്. ഇവിടെ സുപ്രീം കോടതി വിധിയെ നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ അവിടെ ഇല്ലായ്മ ചെയ്യപ്പെട്ട ഒരു മോസ്ക് ഉണ്ടായിരുന്നു. ആ മോസ്ക് ഈ രാജ്യത്തിലെ തകർക്കപ്പെടുമ്പോൾ ഈ രാജ്യത്തിലെ മുസ്ലിം മതവിശ്വാസികളുടെ ഉള്ളിൽ, അവരുടെ മാത്രമല്ല മതേതര നിലപാടുകൾ സ്വീകരിച്ചിരുന്നവരുടെ മുമ്പിൽ വലിയ മുറിവുണ്ടാക്കിയിട്ടുണ്ട് എന്നതും അക്സെപ്റ്റ് ചെയ്തേ മതിയാവൂ. അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് അവിടെ സുപ്രീം കോടതിയുടെ വിധിയെ അംഗീകരിക്കേണ്ടി വരുന്നത്. അവിടെയാണ് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞത്, അവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വിനീത പറയുന്നു ആദ്യം അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒരു വർഷം കഴിഞ്ഞ് ചർച്ചയ്ക്ക് വിളിച്ചാൽ ചിലപ്പോൾ BJP പ്രതിനിധി പറയും അവിടെ മോസ്കേ ഉണ്ടായിരുന്നില്ലെന്ന് പറയും. അവിടെ മോസ്കേ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു പുത്തൻ ഒരു റീഡിഫൈനിങ് ഓഫ് ഹിസ്റ്ററി, അങ്ങനെ ഒരു നരേറ്റീവ് BJP എല്ലാ കാലത്തും നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ചരിത്രത്തിൽ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഗാന്ധിയും പട്ടേലും മാറ്റപ്പെട്ട് അവിടെ പഴയ ചരിത്രം മുറിവുണങ്ങാതെ കിടക്കുന്നുണ്ട് എന്ന കാര്യം കോൺഗ്രസിന്റെ പ്രതിനിധി എടുത്തു പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നോടൊപ്പം ശ്രീ സച്ചിൻ നാരായണൻ, ഇവിടെ ബഹുഭൂരിപക്ഷം വിശ്വാസികളായ ഹിന്ദുക്കളെയും ഇതൊരു പ്രൗഡ് മൊമെന്റ് ആക്കി വിശ്വസിപ്പിക്കാൻ, നമ്മൾ ഒരു വലിയ ദേശീയ നേട്ടം കൈവരിച്ചു എന്ന് നിഷ്കളങ്കമായി വിചാരിപ്പിക്കാൻ, അവരെയെല്ലാം രാമക്ഷേത്രം രാം ജന്മഭൂമി എന്ന പ്രോജക്റ്റിലേക്ക് വൈകാരികമായി അടുപ്പിക്കാൻ ബഹുഭൂരിപക്ഷം നോൺ BJP, നോൺ RSS, നോൺ സംഘ് വിശ്വാസികളെപ്പോലും അതിനോട് അടുപ്പിക്കാൻ കഴിഞ്ഞോ BJPക്ക്? ആ നിലയ്ക്ക് അവർക്ക് ഇതിനകത്തൊരു സക്സസ് ഉണ്ടോ? തീർച്ചയായും എനിക്ക് തോന്നുന്നു ജനഹൃദയങ്ങളിലുള്ള രാമൻ്റെ ക്ഷേത്രമല്ല ഇന്ന് 22-ാം തീയതി അയോധ്യയിൽ മറ്റേ ഗർഭഗൃഹത്തിൽ രാംലല്ലയുടെ മൂർത്തി സ്ഥാപിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതൊരു രാഷ്ട്രീയ രാമനാണ്. ആ രാഷ്ട്രീയ രാമൻ ക്യാമ്പയിൻ തീർച്ചയായിട്ടും എല്ലായിടത്തും, അത് നോർത്ത് ഇന്ത്യയിൽ വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. അത് കൃത്യമായിട്ടും ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ ഒരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് RSSും BJPയും അതിനെ കൊണ്ടു നടക്കുന്നത്. എല്ലാ തരത്തിലുള്ള വ്യതിയാനങ്ങളും ഭരണഘടനയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ചിതയിൽ തന്നെയാണ് ഈ രാഷ്ട്രീയ രാമനെ അവിടെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ ഒരു കൊളോണിയൽ അധിനിവേശത്തിനെതിരെ രാഷ്ട്രീയപരമായ സംഘർഷങ്ങളും സമരങ്ങളും നടത്തിയാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. ആ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെയോ ഒരു റീജിയൻ്റെയോ അപ്രമാദിത്വം അല്ല നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അതൊരു രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് സിദ്ധിച്ച സ്വാതന്ത്ര്യം തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാര്യമല്ല ഈ 22-ാം തീയതി നടക്കാൻ പോകുന്നത്. അതിൽ ഹിന്ദുക്കളെ വൈകാരികമായി അവരുടെ മനസ്സിലുള്ള രാമനെ മാറ്റിപ്രതിഷ്ഠിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടക്കുന്നത്. പലയിടത്തും അത് വളരെ നമ്മളെല്ലാവരും വറി ചെയ്യേണ്ട രീതിയിൽ തന്നെ അത് പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അയോധ്യയിൽ 92-ൽ നടന്ന പോലെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അതിനുശേഷം നടന്ന പോലെ തന്നെ കലാപങ്ങളും അല്ലെങ്കിൽ ഹിന്ദു വർഗീയത ഉയർത്തിവിടുന്ന പലതരത്തിലുള്ള പ്രകമ്പനങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇലക്ഷന് മുന്നോടിയായിട്ട് നമുക്ക് കാണേണ്ടി വരും. ആ ഒരു സാഹചര്യമാണ് നമുക്ക് ചുറ്റുമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് RSSനും സംഘിനും ഉണ്ടാക്കുന്ന ഒരു ഊർജ്ജം എന്തുമാത്രം വലുതാണ് ശ്രീ സച്ചിൻ? ഞാൻ ചോദിക്കുന്നത് അതായത് ഒരു പള്ളിക്കെതിരായിട്ട് ഒരു മൂവ്മെന്റ് നയിക്കാം, ആ മൂവ്മെന്റിന് ശേഷം ആ പള്ളി തകർക്കാം, അതിനുശേഷം അത് കോടതിയിൽ പോകാം, കോടതിയിൽ പോയാലും അനുകൂല വിധി സമ്പാദിക്കാം, അവിടെ വീണ്ടും നമുക്ക് ആവശ്യമുള്ള സ്ട്രക്ചർ പണിയാം, അതിനെ ദേശീയ ഉത്സവമാക്കാം, അതിന് നാടിൻ്റെ മുഴുവൻ സംവിധാനങ്ങളുടെ മുഴുവൻ പിന്തുണ നേടാം എന്ന ഒരു ഓവർ കോൺഫിഡൻസ് സത്യത്തിൽ വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഇനി നമുക്ക് ഏതൊന്നും ടാർഗറ്റ് ചെയ്യാം,
സംവിധാനങ്ങളെല്ലാം നമുക്കൊപ്പമാണ്, നമുക്ക് പുതിയ പുതിയ സ്ട്രക്ചറുകളെ കുറിച്ച് ആലോചിക്കാമെന്ന കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ആ നിലയ്ക്ക് ഈ ഇവന്റ് നമ്മുടെ ഭാവിയെക്കുറിച്ച് ആകുലത ഉണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഭൂരിപക്ഷ വർഗീയതയുടെ പ്രതിഫലനം. ഈ ഒരു വർഗീയത ഒരു തരത്തിലും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു രീതിയിലേക്കല്ല നമ്മുടെ രാഷ്ട്രത്തെ കൊണ്ടുപോകാൻ പോകുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹിന്ദുവായി ജനിച്ച പലരും ഈ പറയുന്ന ഈ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട രാമനെതിരെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഈ ക്യാമ്പയിനെതിരെ വളരെ കൃത്യമായിട്ട് അഭിപ്രായം തുറന്നു പറയുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇതിനെതിരെ സംസാരിക്കുന്നവരെ നിശബ്ദരാക്കാനും അവരെ കായികമായി നേരിടാനും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ 15% വരുന്ന മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളെ എല്ലായ്പ്പോഴും ഒരു ഭീതിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് രാമക്ഷേത്ര ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തന്നെയാണ് RSS BJP ഉന്നമിടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഹിന്ദുക്കൾ നിലവിൽ ആചരിക്കുന്ന അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്ന പല അനുഷ്ഠാനങ്ങളും അല്ലെങ്കിൽ പല നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്ര തിരക്ക് പിടിച്ച് ഈ 22-ാം തീയതിയിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ക്ഷേത്രത്തിനോടൊപ്പം തന്നെ അവിടെ ഒരു മുസ്ലിം പള്ളി കൂടി പണിയണമെന്ന്. അതിനെ പറ്റിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രോആക്റ്റീവായിട്ടുള്ള ഒരു ശ്രമവും ഈ ഗവൺമെന്റ് നടത്തിയിട്ടില്ല. അതിനർത്ഥം എന്താണ്? ഇന്ത്യയുടെ ഭരണഘടനയ്ക്കനുസരിച്ച് ഇവിടെ ഭൂരിപക്ഷ വർഗീയതയ്ക്കോ ഭൂരിപക്ഷ അപ്രമാദിത്വത്തിനോ യാതൊരുവിധ സാങ്കത്യവും ഇല്ല. ഇന്ത്യയുടെ ജനാധിപത്യ വിശ്വാസങ്ങൾ അതിനെതിരാണ്. അപ്പോൾ അതിനെ മറിച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് ഒരു ഭൂരിപക്ഷ സമുദായ വർഗീയത ഇവിടെ നടമാടണം അല്ലെങ്കിൽ അതായിരിക്കണം ഇന്ത്യയുടെ രാഷ്ട്രത്തിന്റെ ഭാവി നിർണ്ണയിക്കേണ്ടത് എന്ന് തിരിച്ചറിവിൽ വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ അധികാരം നിലനിൽക്കുന്ന ഈ കാലയളവിൽ എല്ലാ നിയമങ്ങളെയും എല്ലാ ദശാബ്ദങ്ങളായി രാം ജന്മഭൂമി പ്രോജക്റ്റ് ഉണ്ട്. അവരുടെ പ്രോജക്റ്റിന്റെ ഒരു വിജയ നിമിഷമാണ് ഇത്. അതിനെ കുറെ അധികം ആളുകൾ വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ 22-ാം തീയതിയിലേക്ക് എത്തുമ്പോൾ സച്ചിൻ, ഞാൻ ചോദിക്കുന്നത് ഈ 22-ാം തീയതിയിലേക്ക് വരുമ്പോൾ വിമർശകരുടെ എണ്ണം കുറയ്ക്കാൻ, നമ്മൾ പൊതുവെ നിഷ്കളങ്കരായിട്ട് കാണുന്ന വിശ്വാസികളെ പോലും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ഇതാ ഒരു വലിയ വിശ്വാസപരമായ നേട്ടം ആർജിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ഹിന്ദുക്കൾ. നരേന്ദ്രമോദിയാണല്ലോ അത് സാധ്യമാക്കി തന്നത് എന്ന മട്ടിൽ കൂടുതൽ ആളുകളെ അടുപ്പിക്കാൻ. ഇപ്പം രാഷ്ട്രീയ പാർട്ടികളെടുത്താൽ കോൺഗ്രസിന് പോലും ആ ദിവസം ചടങ്ങ് നടത്തുന്നത് BJP ആ ചടങ്ങിനെ ഹൈജാക്ക് ചെയ്യുന്നു എന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ രാം ജന്മഭൂമി പ്രോജക്റ്റിനോടോ ക്ഷേത്ര നിർമ്മാണത്തിനോടോ ഒന്നും കോൺഗ്രസിന് പ്രശ്നമില്ല. അപ്പം അങ്ങനെ പരമാവധി വിമർശകരെ ഇല്ലാതാക്കാനും ഒരു ടോട്ടൽ ഫീൽ ഉണ്ടാക്കാനും BJPക്ക് കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ഇതിനെപ്പറ്റി വീണ്ടും വീണ്ടും പറയാൻ ബാധ്യസ്ഥനാവുന്നത്. കാരണം ഏത് മതവിശ്വാസിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അപ്രമാദിത്വം നൽകിയിരിക്കുന്നത്? ഒരു മതവിശ്വാസത്തിനും ആ അപ്രമാദിത്വം ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ല. ഓരോ മതത്തിനും അതിൻ്റെതായ ആചാരങ്ങളും അനാചാരങ്ങളും ഉണ്ട്. ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ആചാരങ്ങൾക്ക് മാത്രം സാങ്കത്യം ഉണ്ടാവേണ്ട ഒരു രാഷ്ട്രത്തിന്റെ പൗരരാണ് നമ്മളെല്ലാവരും. ആ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന തരത്തിൽ ഏത് മതവിശ്വാസം ഇവിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ടോ ഇവിടെ പുറത്തേക്ക് വരികയാണെങ്കിൽ അത് രാഷ്ട്രത്തിന്റെ നഷ്ടത്തിലേക്കും നാശത്തിലേക്കുമാണ് നയിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. എനിക്ക് ഹിന്ദുവായി ജീവിക്കാം, എനിക്ക് മുസ്ലിമായി ജീവിക്കാം, എനിക്ക് ക്രിസ്ത്യാനിയായി ജീവിക്കാം, എനിക്ക് മതമില്ലാതെയും ജീവിക്കാം. ആ ഒരു സാഹചര്യത്തിൽ ഒരു മതത്തിന്റെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മറ്റു മതങ്ങളുടെ താല്പര്യങ്ങൾ അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം നമ്മുടെ സർക്കാരിന്റെ രൂപത്തിൽ വരുമ്പോൾ എങ്ങനെ നമ്മൾ പ്രതികരിക്കണം? വിമർശനം വീണ്ടും നമ്മൾ ഉന്നയിക്കുകയല്ലേ വേണ്ടത്? അതോ നിശബ്ദരാവുകയാണോ വേണ്ടത്? എൻ്റെ വീട്ടിൽ അമ്പലത്തിൽ പോകുന്നവരുണ്ടാവും, പള്ളിയിൽ പോകുന്നവരുണ്ടാവാം. പക്ഷേ അവർ അത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നും വിശ്വസിക്കാത്ത, പള്ളിയിലോ അമ്പലത്തിലോ പോകാത്ത എനിക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് എല്ലാ വിശ്വാസങ്ങളെയും ഒരേപോലെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യമുള്ള ഈ രാജ്യത്ത്
ഒരു മതത്തിന്റെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മറ്റു മതസ്ഥരെ അല്ലെങ്കിൽ ലൈക്ക് മൈനോറിറ്റി റിലീജിയൻ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് RSSും BJPയും മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഫാഷിസമാണ്. അത് മറ്റുള്ളവരെ തെരഞ്ഞുപിടിച്ച് ഉന്മൂലനം ചെയ്യുന്ന ഉന്മൂലന സിദ്ധാന്തത്തിന്റെ പിൻപറ്റി വരുന്ന ഒരു രാഷ്ട്രീയമാണ്. അതിനെ തിരിച്ചറിയാനുള്ള ഒരു ആർജവം എല്ലാ മതവിശ്വാസികൾക്കും ഉണ്ടാകണം. അത് രാമനാമം ജപിക്കുന്നവർക്കും ഉണ്ടാവണം, 5 നേരം നിസ്കരിക്കുന്നവർക്കും ഉണ്ടാവണം, ഇതിലൊന്നും പോവാത്തവർക്കും ഉണ്ടാവണം. ആ ഒരു രാഷ്ട്രീയമാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ച അഭികാമ്യം. ശരി. അല്ല, ശ്രീമതി വിനീത ഹരിഹരൻ, ഇപ്പോൾ നോക്കൂ, ബാബരി മസ്ജിദ് ഒരു ക്ഷേത്രം തകർത്തുണ്ടാക്കിയ പള്ളിയാണ് എന്നായിരുന്നു നിങ്ങളുടെ ക്യാമ്പയിൻ. അതിനൊടുക്കമാണല്ലോ നിങ്ങൾ പള്ളി പൊളിച്ചു കളയുന്നത്. അതിനുശേഷം ഇവിടെ ക്ഷേത്രം പണിയുകയും ചെയ്യുന്നു. ആ നിലയ്ക്ക് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ നേട്ടമാണ്. ബാബരി മസ്ജിദിൻ്റെ കാര്യം മാത്രമല്ല നിങ്ങൾ പറയുന്നത്, കാശി മഥുര ബാക്കി ഹേ എന്ന മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഇപ്പം തന്നെ കാശിയിലെയും മഥുരയിലെയും ക്ഷേത്രങ്ങൾക്കെതിരെ നിങ്ങൾ നിയമപരമായിട്ടുള്ള ഫൈറ്റ് തുടങ്ങിയിരിക്കുന്നു. കുറച്ചുകൂടി വോക്കലായിട്ട് ആ വിഷയം സംസാരിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. സോ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ പ്രാണപ്രതിഷ്ഠ മറ്റ് പള്ളികൾ കൂടി മാറ്റി അവിടെയെല്ലാം ക്ഷേത്രം പണിയുക എന്ന നിങ്ങളുടെ സ്വപ്നത്തിന് കൂടുതൽ മോർ പവർ തരുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇതൊരു പള്ളികൾ ഡിസ്ട്രോയ് ചെയ്തിട്ട് ടെമ്പിൾ പണിയാം, അതല്ല നമ്മുടെ ഒരു ഫിലോസഫി. ഇത് ഒരു റൈറ്റ്ഫുൾ പ്ലേസിൽ നമ്മൾ ടെമ്പിൾ പണിതു. അതൊരു ഞാൻ പറഞ്ഞ പോലെ തന്നെ രാം രാജ്യന്റെ ഒരു സെലിബ്രേഷൻ തന്നെയാണ്. ഗുഡ് ഗവർണൻസിന്റെ സെലിബ്രേഷൻ ആണ്. മോദി സർക്കാരിൽ ഗുഡ് ഗവർണൻസ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, എന്റെ കോൺഗ്രസിന്റെ സുഹൃത്ത് പറഞ്ഞു മണിപ്പൂർ വയലൻസ് എങ്ങനെ നടന്നു. മണിപ്പൂർ വയലൻസ് എല്ലാവർക്കും അറിയാം. കാർഡിനൽ ഉൾപ്പെടുത്തിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതൊരു റിലീജിയസ് കോൺഫ്ലിക്റ്റ് ആയിരുന്നില്ല, കാസ്റ്റ് ബേസ്ഡ് കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അപ്പൊ അത് കുട്ടിമറിച്ച് നമ്മൾ റിലീജിയസ് കോൺഫ്ലിക്റ്റ് ആക്കി വരുത്തിയിട്ട് അത് ആക്കേണ്ട ആവശ്യമില്ല. മണിപ്പൂർ വയലൻസ് സെറ്റിൽഡ് ഇഷ്യൂ ആണ്. അവരുടെ ഒരു എത്നിക് കോൺഫ്ലിക്റ്റ് കുറെ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു എത്നിക് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇപ്പോൾ നടക്കുന്ന കോൺഫ്ലിക്റ്റ് പ്രധാനമന്ത്രി മൗനം പാലിച്ചു എന്നാണ് വസന്തിന്റെ പോയിന്റ്. പ്രധാനമന്ത്രി മൗനം പാലിച്ചു എന്നുള്ള അതിനൂടി മറുപടി പറഞ്ഞേക്കൂ ശ്രീമതി വിനീത. പ്രധാനമന്ത്രി മൗനം പാലിച്ചു എന്തേലും ചോദിക്കാം. മൗനം ഒരിക്കലും പാലിച്ചില്ല. പ്രധാനമന്ത്രിയും എല്ലാവരും ഇതിന്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് ഇംപ്ലിമെന്റേഷൻ നടത്തിയിട്ടുണ്ട്. അതിന്റെ കൺട്രോളും മോണിറ്ററിംഗും നടത്തിയിട്ടുണ്ട്. പുകയും കെട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു എനിക്ക് ദേഷ്യം വരുന്നത് പറഞ്ഞു. എന്നിട്ടൊരു ഞെക്കിപ്പിടിച്ചു. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല. രാജ്യത്തിന്റെ ഒന്നും ചെയ്തിട്ടില്ല. ശ്രീമതി വിനീത, ഞാൻ ബഹുമാനത്തോടെ പറയട്ടെ, താങ്കൾ വസ്തുതയല്ലാത്ത കാര്യങ്ങൾ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോകരുത്. ഒന്നാമത്തെ കാര്യം, 87 ദിവസം കഴിഞ്ഞാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. ആ 2 സ്ത്രീകൾ നഗ്നരാക്കി നടക്കപ്പെടുന്നത്, ബലാത്സംഗം ചെയ്യപ്പെടുന്നതിന്റെ വീഡിയോ ലോകം കണ്ടതിന് ശേഷം എനിക്ക് ദേഷ്യവും സങ്കടവും വരുന്നു. 2 വാക്കേ അദ്ദേഹം പറഞ്ഞുള്ളൂ, വേറൊന്നും ചെയ്തില്ല. പിന്നെ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആൻഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ മിനിഞ്ഞാന്നും 4 പേര് മരിച്ചു. ഇപ്പോഴും അവിടുത്തെ വയലൻസ് അവസാനിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് 7 മാസം കൊണ്ട് മണിപ്പൂരിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം ഓർക്കണം. രണ്ടാമതും പ്രധാനമന്ത്രി സംസാരിക്കുന്നത് 80 ദിവസം കഴിഞ്ഞിട്ടാണ്. മൂന്നാമത്തെ കാര്യം, അവിടെ കാസ്റ്റ് പ്രശ്നമാണ് എന്ന് കാർഡിനൽ പറഞ്ഞു എന്നാണ്. KCBC എന്ന് പറയുന്ന ബിഷപ്പുമാരുടെ ഔദ്യോഗിക സംഘടന കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു, ജാതി വയലൻസിൻ്റെ പേര് പറഞ്ഞ് ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ വലിയ തോതിലുള്ള പേഴ്സിക്യൂഷൻ അവിടെ നടന്നു. 270 പള്ളി ആസൂത്രിതമായി തകർത്തു. ഞങ്ങൾക്കത് ഓർമ്മയുണ്ട് എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണ്. ശ്രീമതി വിനീത, അല്ല, അത് നമുക്കൊക്കെ അറിയാം. ഇതൊരു എത്നിക് കോൺഫ്ലിക്റ്റ് ആണ്. ഇത് കുറെ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു എത്നിക് കോൺഫ്ലിക്റ്റ് ആണ്. മെയ്റ്റീസും കുക്കീസും തമ്മിൽ നടന്ന ഒരു എത്നിക് കോൺഫ്ലിക്റ്റ് ആണ്. അതിന്റെ പരിഹാരങ്ങളും നമ്മൾ കണ്ടെത്തി വി ആർ ഫൈൻഡിങ് ഔട്ട്. നോർത്ത് ഈസ്റ്റിന് വേണ്ടി നമ്മൾ ചെയ്ത ഡെവലപ്മെന്റ്സും അത് റെക്കോർഡ് ബ്രേക്കിംഗ് ആണ് മോദി സർക്കാരിൽ നടന്ന കാര്യങ്ങൾ. അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. എത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, എത്രത്തോളം വയലൻസ് നമ്മൾ കുറച്ചിട്ടുണ്ട്, എത്രത്തോളം നോർത്ത് ഈസ്റ്റ് എനിക്ക് സംസാരിക്കാൻ ഇടം തരണം. ഞാൻ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഞാൻ ഇന്റർഫിയർ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് താങ്കളിലേക്ക് വരും പ്ലീസ്.
അല്ല, അവർ വിളിച്ചു പറയുന്ന ഈ മടയത്തരം എത്രത്തോളം നമ്മൾ നോർത്ത് ഈസ്റ്റിന് വേണ്ടി ഡെവലപ്മെന്റ് ചെയ്തിട്ട് എത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ട് അത് നിഷേധിക്കാൻ പറ്റുമോ? എത്രത്തോളം നോർത്ത് ഈസ്റ്റ് ആൾക്കാർക്ക് നമ്മൾ നോർത്ത് ഈസ്റ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അവകാശവാദമുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കൂ വിനീത, ഞാനൊരു ബ്രേക്ക് എടുത്തോട്ടെ. നോർത്ത് ഈസ്റ്റിൽ കുക്കി മെയ്തേയ് വിഭാഗങ്ങൾ തമ്മിലാണ് സംഘർഷം. മണിപ്പൂരിൽ കുക്കി മെയ്തേയ് വിഭാഗങ്ങൾ തമ്മിലാണ് സംഘർഷം. നമുക്കറിയാം വിനീത, താങ്കൾക്കും എനിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അത് നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ BJP സർക്കാർ, അതിൽ നിങ്ങളുടെ BJP സർക്കാർ ശ്രീമതി വിനീത മെയ്തേയ് വിഭാഗത്തിന്റെ കൂടെയാണ്. സമാധാനം ഉണ്ടാക്കാൻ രണ്ടു പക്ഷത്തെ നിങ്ങൾ വിശ്വാസം എടുക്കുന്നില്ല. അവിടെ ആ പ്രശ്നം കിടക്കുന്നത്. ശ്രീമതി വിനീത, വീണ്ടും ഞാൻ ചോദിക്കുന്നത്, ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അതായത് രാമക്ഷേത്രം സാധ്യമായി കഴിഞ്ഞാൽ പിന്നെയും സംഘപരിവാറിന് ലക്ഷ്യങ്ങൾ ബാക്കിയില്ലെന്നാണ്. അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും ലക്ഷങ്ങൾ ബാക്കിയില്ല എന്ന്? ലക്ഷങ്ങൾ എപ്പോഴും ഉണ്ടാവും. ലക്ഷങ്ങൾ ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ പ്രോഗ്രസ് ചെയ്യാം? സംഘപരിവാറല്ല, നമ്മുടെ ഗവർണൻസിനും നമ്മുടെ ഭരണത്തിനും ലക്ഷങ്ങൾ വേണം. ലക്ഷങ്ങൾ ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ ഭരണത്തെ കുറിച്ചല്ല ചോദിക്കുന്നത്. നോക്കൂ, ഇത് ഭരണത്തിന്റെ നേട്ടമല്ലല്ലോ. നിങ്ങൾ പറയും പ്രകാരമാണെങ്കിൽ ശ്രീമതി വിനീത, ഈ ക്ഷേത്രം ഭരണത്തിന്റെ നേട്ടമല്ല. ഇത് രാം ജന്മഭൂമി ട്രസ്റ്റ് നടത്തിയ കേസാണ്, അവരുണ്ടാക്കിയ ക്ഷേത്രമാണ്, അവിടേക്ക് മോദി ഇൻവൈറ്റി മാത്രമാണ്. ഞാൻ ചോദിച്ചത് സംഘപരിവാറിനെ കുറിച്ചാണ്. അവരെ സംബന്ധിച്ച് ബാബറി മസ്ജിദ് മാത്രമല്ലല്ലോ അവരുടെ പട്ടികയിൽ ലിസ്റ്റിലുള്ളത്. അപ്പൊ ഇപ്പൊ നോക്കൂ, ദീർഘകാലത്തെ പ്രയത്നം കൊണ്ട് അവർ പള്ളി പൊളിച്ച് അവിടെ ക്ഷേത്രം പണിതു. വാട്ട്സ് നെക്സ്റ്റ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താ അടുത്തത്? വാട്ട്സ് നെക്സ്റ്റ് ഇതായിരുന്നു ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ ഇവന്റ്. പക്ഷേ അതിന്റെ അർത്ഥം നമ്മൾ ഇന്ന് എല്ലാ മോസ്കും ഡെമോളിഷൻ ടെമ്പിൾ പണിയേണ്ട ഒരു അജണ്ടയും ഇല്ല. BJPക്കും സംഘപരിവാറിനും അങ്ങനത്തെ ഒരു അജണ്ടയും ഇല്ല. ഇൻക്ലൂസീവ് ഗവർണൻസ് ആണ്, സബ്കാ സാത്ത് സബ്കാ വികാസ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്, നമ്മൾ ഒരിക്കലും വൺ റിലിജൻ അറ്റ് ദ കോസ്റ്റ് ഓഫ് ദി അതർ ഒരിക്കലും ചെയ്യുന്നില്ല. സുപ്രീം കോർട്ട് വേർഡിക്ട് പ്രകാരം ബാലൻസ് ജുഡീഷ്യസ് ഡിസിഷന്റെ പ്രകാരം തന്നെയാണ് ഇംപ്ലിമെന്റേഷൻ നടത്തുന്നത്. ഇപ്പൊ മോസ്ക് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ടെക്നിക്കൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് റോഡ് വിഡ്ത്ത് അവർക്ക് കൃത്യമായിട്ട് കിട്ടിയില്ല. ഫയർ ഡിപ്പാർട്ട്മെന്റ് റോഡ് വിഡ്ത്തിന് വേണ്ടിയിട്ട് ലാൻഡ് അക്വയർ ചെയ്തിട്ട് കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വഖഫ് ബോർഡിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അതും നടക്കും. അപ്പൊ നമ്മൾ അത് തടയുന്നില്ല. ഒരു മോസ്ക് കൺസ്ട്രക്ഷൻ തടയുന്നില്ല. വേറെ റിലീജിയൻസിന് നമ്മൾ അവർ പ്രാക്ടീസ് ചെയ്യാൻ നിഷേധിക്കുന്നില്ല. അങ്ങനെ ഒന്നും ഒരു അജണ്ട ഇല്ല. ഈ ഒരു ഇവന്റ് മാത്രം ഇതൊരു വലിയൊരു ഇവന്റ് തന്നെയാണ്, വലിയൊരു നേട്ടം തന്നെയാണ്. പല കാലങ്ങൾ തൊട്ട് തുടങ്ങിയ ഒരു വിവാദമാണ്. നമുക്ക് ഒരു ബാലൻസ്ഡ് ജഡ്ജ്മെന്റ് കിട്ടിയിട്ടുണ്ട് സുപ്രീം കോർട്ടിന്. അതൊരു വലിയ നേട്ടം തന്നെയാണ്. ഒരു വയലൻസും ഇല്ലാണ്ട് മോദി സർക്കാർ ഇത് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് കൺസ്ട്രക്ഷന് പ്രാൺ പ്രതിഷ്ഠനും നമുക്ക് മറ്റന്നാൾ നടക്കും. അതൊരു വലിയ ഒരു നേട്ടം തന്നെയാണ് ഗവർണൻസിന് വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് അറ്റ് ദ സെയിം ടൈം മറ്റു കാര്യങ്ങൾ ചെയ്യണത് മോദി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. മോദി സർക്കാരിന്റെ ഡെവലപ്മെന്റ് പ്രോജക്ട് അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വേറെ തന്നെ ഡിസ്കസ് ചെയ്യാവുന്ന ഒന്നാണ്. ശ്രീമതി വിനീത, ഈ ക്ഷേത്രം പടുത്തുയർത്തുന്നത് നിങ്ങളെ സംബന്ധിച്ച അഭിമാനത്തിന്റെ മൊമെന്റാണ്. പക്ഷെ ലോകത്ത് നിന്ന് ആളുകൾ നോക്കുമ്പോൾ ഇതൊരു മറ്റൊരു വിഭാഗത്തിന്റെ ഒരു സ്ട്രക്ചർ പൊളിച്ചിട്ട് പണിയുന്ന ഒന്നാണ്. അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇതിനകത്തില്ല, ആരും അതൊന്നും ഓർക്കുന്നില്ല എന്നാണോ പറയുന്നത്? അതോ ആ സ്ട്രക്ചർ പൊളിച്ചത് ഒരു പ്രൈഡായിട്ട് ഒരു അഭിമാനമായിട്ട് എടുക്കുകയാണോ നിങ്ങൾ? അല്ല, ഒരിക്കലുമല്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സ്ഥലവും കൊടുത്തിട്ടുണ്ട്. മോസ്ക് പണിയാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെക്യുലർ ഡിസിഷൻ തന്നെയാണ്. ഇതൊരു നോൺ സെക്യുലർ ഡിസിഷൻ അല്ല. രണ്ട് റിലീജിയൻസിനും പ്രാക്ടീസ് ചെയ്യാൻ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്, സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു നോൺ സെക്യുലർ ഡിസിഷനും നോൺ സെക്യുലർ ആക്ട് ഒരിക്കലും പറയാൻ പറ്റില്ല നമുക്ക് ഈ രാം ടെമ്പിൾ കൺസ്ട്രക്ഷൻ. ശരി. അല്ല വസന്ത്, സത്യത്തിൽ നിങ്ങൾ പരിപാടി പോകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം RSS അധ്യക്ഷം വഹിക്കുന്ന പരിപാടി പങ്കെടുക്കാൻ പ്രയാസമാണ് എന്നതുകൊണ്ട്. നിങ്ങൾ PCCയുടെ നേതാക്കന്മാരൊക്കെ ഓൾറെഡി പോയി സരയുവിൽ മുങ്ങി നിവർന്നല്ലോ. അപ്പോൾ രാമക്ഷേത്രം എന്ന കോസിനോട്, അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് നിർമ്മിക്കുന്ന രാമക്ഷേത്രം, അതിനോട് നിങ്ങൾക്ക് വിയോജിപ്പില്ല എന്ന് നിങ്ങൾ ഓൾറെഡി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, അതിനുത്തരം പറയാം. അതിനു മുമ്പ് വിനീതയുടെ ക്രിസ്ത്യൻ സ്നേഹത്തിന് ഒരു ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവർ കൊട്ടിഘോഷിച്ച് 2024 ജനുവരി 22 കൊണ്ടാടാൻ പോവുകയാണല്ലോ. 2024 ജനുവരി 22 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ശ്രീമതി വിനീത. അത് 25 വർഷങ്ങൾക്ക് മുമ്പ് 1999 ഒറീസയിലെ മനോഹർപൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു ക്രിസ്ത്യൻ മിഷണറി ഉണ്ടായിരുന്നു, ഗ്രഹാം സ്റ്റെയിൻ.
അദ്ദേഹത്തിന് 2 മക്കളുണ്ടായിരുന്നു. ഒന്ന് ഫിലിപ്പും 2 തിമോത്തിയും. 7ഉം 5ഉം വയസ്സുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങൾ. ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും ഈ നേരത്തെ ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ മിഷണറി ഗ്രഹാം സ്റ്റെയിനെയും ചുട്ടുകരിച്ചു കൊന്നിട്ട് നിങ്ങൾ ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന് വിളിച്ച് വോട്ടുണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ 25ാം വാർഷികം കൂടിയാണ് കേട്ടോ. അപ്പോ അന്ന് ഈ RSSകാർ മുഴുവൻ ഈ കേരളത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനിയെയും വിളിച്ചു പിടിച്ച് തേരിപ്പിടിച്ച് കൊന്നുകളയുമെന്ന് ഇവിടെ മുദ്രാവാക്യം വിളിച്ച കാലത്ത് അന്ന് കോട്ടയത്തെ ഒരു റബ്ബർ കർഷകനായിരുന്ന ഒരു സാധാരണക്കാരൻ കയ്യിൽ അങ്ങനെയാണ് തേടിപ്പിടിച്ച് ബുദ്ധിമുട്ടണ്ട എന്ന് പറഞ്ഞ് കയ്യിൽ ക്രിസ്ത്യൻ കുരിശ് ക്രോസ് പച്ചകുത്തിയ ഒരു സാധാരണക്കാരന്റെ മകനാണ് ഞാൻ. അങ്ങനെയുള്ള ഞങ്ങളെ പോലെയുള്ള ചില ക്രിസ്ത്യൻ വിശ്വാസികളുടെ ഉള്ളിൽ നിങ്ങൾ എത്ര ക്രിസ്മസ് കേക്കുകൾ കൊണ്ട് മൂടി വെക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ക്രിസ്ത്യൻ വിരോധം, നിങ്ങളുടെ ന്യൂനപക്ഷ വിരോധം, നിങ്ങളുടെ സവർണ ഫാസിസ്റ്റ് ചിന്താഗതി, നിങ്ങളുടെ ഹിന്ദു സമൂഹത്തിലെ സാധാരണക്കാരനോട്, അധസ്ഥിതനോട്, SC/ST കാരനോട്, ആദിവാസിയോട്, മുസ്ലിമിനോട്, ക്രിസ്ത്യനോടുള്ള നിങ്ങളുടെ ഒരു തൊട്ടുകൂടായ്മയുണ്ടല്ലോ, നിങ്ങളുടെ തീണ്ടിക്കൂടായ്മയുണ്ടല്ലോ, നിങ്ങളുടെ വർഗീയ ചിന്തയുണ്ടല്ലോ, അത് നിങ്ങൾക്ക് മറച്ചു വെക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ 25ാം വാർഷികത്തിൽ തന്നെ ചരിത്രം നിങ്ങളെ കൊണ്ടുവന്ന് ഈ രാമജന്മഭൂമിയിലേക്ക് എത്തിച്ചു നിർത്തുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗ്രഹാം സ്റ്റെയിനെ ചുട്ടുകൊന്ന കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായിരുന്ന ആരോപണ വിധേയനായിരുന്ന കേൾക്കൂ മിസ്റ്റർ സാരംഗി, പ്രതാപ് സാരംഗി, ഐ തിങ്ക് അദ്ദേഹം സർക്കാർ അദ്ദേഹം എന്താ പറയുന്നത് BJP മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. അദ്ദേഹം റിവാർഡ് ചെയ്യപ്പെട്ട ആളാണ് ആ സംഭവത്തിൽ. കേന്ദ്രമന്ത്രി MP ആയി ശ്രീ നിഷാദ് അദ്ദേഹം MP ആയി കേന്ദ്രമന്ത്രിയുമായി അത്രമാത്രം അംഗീകരിക്കപ്പെടുന്ന സ്വീകരിക്കപ്പെടുന്ന ന്യൂനപക്ഷത്തിനെതിരെ, അത് ഏത് ന്യൂനപക്ഷവും ആയിക്കോട്ടെ, ന്യൂനപക്ഷം എന്ന് മാത്രമല്ലെന്നേ, ഹിന്ദുത്വ എന്ന് പറയുന്ന ഇവരുടെ ഒരു നെറേറ്റീവ് ഉണ്ട്. ആ നെറേറ്റീവിൽ സവർണ ഹിന്ദു മാത്രമേ ഉള്ളൂ. അതിന് വെളിയിലേക്കുള്ള ആരെയും ആക്രമിച്ചാൽ, അതിന് വെളിയിലുള്ള ആരെയും ഭീഷണിപ്പെടുത്തിയാൽ, അവരെ നിലയ്ക്ക് നിർത്താൻ ശ്രമിച്ചാൽ അവർക്കെല്ലാം ചുമപ്പൻ പരവതാനി വിധിച്ച് കേന്ദ്രമന്ത്രി സ്ഥാനവും ക്രിസ്മസ് കേക്കും ഇനി വേണ്ടി വന്നാൽ എന്താ പറയുന്നത് മുഹറത്തിനും മറ്റുള്ള ഇതിനും ആട് ബിരിയാണിയും വെച്ചു കൊടുക്കും അവർ. അത് ഇതിപ്പം മുസ്ലിം സമുദായത്തിൽ നിന്നാണ് ഒരാൾ വരുന്നെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യും, അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഇവരുടെ രാഷ്ട്രീയം, ഇവർ ഈ പറയുന്ന രാമനോട് പോലും, ഇവർ ഈ പറയുന്ന രാമജന്മഭൂമിയോട് പോലും യാതൊരുവിധ എന്താ പറയുന്നത് നീതി പുലർത്താത്തവരാണ് എന്നതിൽ സംശയമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. വളരെ കൃത്യമായി ഞങ്ങളുടെ രാമൻ, ആ രാമൻ 2 വലിയ സംഭവങ്ങൾക്ക് സാക്ഷിയാണ്. അതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഒന്ന്, ബിർള മന്ദിറിന്റെ ഇടനാഴിയിൽ ഹേ റാം എന്ന് പറഞ്ഞ് വിളിച്ച് ഇടനെഞ്ചിലേക്ക് ഇതാ ഇങ്ങനെ കൈ ചേർത്തു പിടിച്ചു മരിച്ചു വീണ ഗാന്ധിയെ കാണുന്ന രാമൻ, ആ രാമന്റെ ഒപ്പമാണ് ഞങ്ങൾ. 2, ഇതേ രാമജന്മഭൂമിയിൽ, അങ്ങ് ചോദിച്ചതിന്റെ ഉത്തരമാണത്, ഇതേ രാമജന്മഭൂമിയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മസ്ജിദ്, ആ മസ്ജിദ് പൊളിച്ചിട്ട് അതിന്റെ തലയുടെ മുമ്പിൽ, അതിന്റെ ടോംബിന്റെ മുകളിൽ, ആ പീഠത്തിന്റെ മുകളിൽ കയറി നിന്ന് ജയ് ശ്രീറാം എന്ന് വിളിക്കുമ്പോൾ അവിടെ അദൃശ്യനായി, നിശ്ചലനായി, നിസ്സഹായനായി കണ്ണീർ വാർക്കുന്ന ഒരു രാമനെയും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് വിനീതയ്ക്ക് പറ്റില്ല, RSSന് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണല്ലോ, എന്റെ സ്റ്റാൻഡ് വളരെ കൃത്യമാണ്. അതായത് അവിടെ ഈ സുപ്രീം കോടതി വിധിയെ നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ രാമജന്മഭൂമിയിൽ എന്താണ് പറയുന്നത്, അയോധ്യയിൽ ഒരു രാമക്ഷേത്രം പണിയുക എന്നത് വളരെ കാലങ്ങൾക്ക് പല കോടതി വ്യവഹാരങ്ങൾക്കും അവസാനമാണ് അങ്ങനെ ഒരു കോടതി വിധി ഉണ്ടാവുന്നത്. അത് രാജ്യത്തിന്റെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുമാണ്. അതിൽ ഈ പറയുന്നത് മുസ്ലിം സംഘടനകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളോ അപ്പീലിന് പോയിട്ടുമില്ല, അത് സാധ്യവുമല്ല. അപ്പോൾ സ്വാഭാവികമായും ആ സുപ്രീം കോടതി വിധിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്. അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു മസ്ജിദേ ഉണ്ടായിരുന്നില്ല എന്നോ, അല്ലെങ്കിൽ ആ മസ്ജിദ് എന്താണ് പറയുന്നത് ഇപ്പൊ വിനീതയുടെ മാത്രം നെഗറ്റീവാണ്, അതല്ലെങ്കിൽ BJPയുടെ നെഗറ്റീവാണ്, ആ മസ്ജിദ് ഒരു ക്ഷേത്രം പൊളിച്ചിട്ടാണ് പണിതതെന്നോ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതി വിധിയെ തൽക്കാലം നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ ഇപ്പം നേരത്തെ വിനീത പറഞ്ഞല്ലോ, പ്രധാനമന്ത്രി റൈറ്റ് ആക്ഷൻ ഓൺ റൈറ്റ് ടൈം. ഏതാണ് റൈറ്റ് ടൈം? 84 ദിവസങ്ങൾക്ക് ശേഷം അപമാനിക്കപ്പെട്ട ആരാണെന്നറിയാമോ? ഒന്നൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഭാര്യ. അത് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, കാര്യം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വിഷയം പറയുമ്പോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്യുമ്പോൾ മോദി സർക്കാരിന്റെ പ്രോഗ്രാംസ് പറയുമ്പോൾ നിങ്ങൾ എന്നെ സ്റ്റോപ്പ് ചെയ്തു, ഇതല്ല വിഷയം എന്ന് പറഞ്ഞത്. അവര് വിഷയം മാറ്റിയാണല്ലോ പറയുന്നത്. അപ്പൊ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് കലാപത്തെ കുറിച്ചാണ്. കലാപത്തിന്റെ കാര്യം പറയുമ്പോൾ കലാപത്തെ കുറിച്ചാണ് അയാൾ പറയുന്നത്. കലാപത്തെ അടിച്ചമർത്തതിൽ സംഘർഷങ്ങൾ, ഡിവിസീവ് പൊളിറ്റിക്സിനെ കുറിച്ചാണ് പറയുന്നത്. ഡിവിസീവ് പൊളിറ്റിക്സ് അല്ലേ നമ്മുടെ വിഷയം?
എന്താണ് സംശയമുള്ളത്? politics ആണോ? രാം ജന്മഭൂമി രാമജന്മഭൂമിയിൽ ഈ നിങ്ങൾ നോക്കി നമ്മുടെ നോക്കൂ. അയോധ്യ മണിപ്പൂരിൽ നിങ്ങൾ പ്രാണപ്രതിഷ്ഠമാണോ പാവപ്പെട്ട ഇത്? സ്ത്രീകളുടെ ഡിവൈസ് മാനം പൊളിറ്റിക്സ് അല്ല. നടത്തുന്നു. അതാണ് ഡിവൈസ് വ്യത്യാസം. പൊളിറ്റിക്സ് അതാണ് ഒരിക്കലും വ്യത്യാസം. ഉണ്ടായിരുന്നില്ല. പറയട്ടെ, നിങ്ങൾ പറയട്ടെ. പറഞ്ഞ് വിനീത, പറഞ്ഞിട്ടാണ് ഡിവൈസ് വിനീത, പൊളിറ്റിക്സ് എന്താണ് അല്ല വസന്തിന്റെ പോയിന്റ് ക്ലിയർ ആണ്. വസന്തിന്റെ പോയിന്റ് ക്ലിയർ ആണ്. സത്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? വസന്തിന്റെ പോയിന്റ് ക്ലിയർ ആണ്. അല്ല ശ്രീ സച്ചിൻ നാരായണൻ നോക്കൂ, ഇവിടെ ഈ 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ പൂർത്തിയാകുന്നതിനെ ദേശീയ നേട്ടമായിട്ട് പറയുന്നു ബി ജെ പി. ഇപ്പം നേരത്തെ BJP പാനലിസ്റ്റ് വിനീത ചൂണ്ടിക്കാണിച്ചത് ഇതൊരു സിവിലൈസേഷൻ മൊമെന്റ് ആണ്, ഇതൊരു ചേഞ്ചിന്റെ, മാറ്റത്തിന്റെ, പുതിയൊരു സ്റ്റെപ്പ് എടുക്കുന്നതിന് തുടക്കമാണെന്നൊക്കെയാണ്. എന്ന് വെച്ചാൽ സിവിലൈസേഷൻ, ഇവർ പറയുന്ന സിവിലൈസേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ചേഞ്ച് എന്ന് പറയുന്ന സംഗതി നമ്മുടെ രാജ്യത്തെ എങ്ങോട്ടേക്ക് മാറ്റാൻ പോകുന്നതാണ് തോന്നുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് ഇന്ത്യ എന്നുള്ള ഒരു രാജ്യത്തിന്റെ തന്നെ നാശത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള സിവിലൈസേഷണൽ ചേഞ്ച് ആയിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. കാരണം മതാധിഷ്ഠിതമായ ഒരു രാജ്യമല്ല നമ്മൾ 1950 26 ജനുവരിയിൽ മറ്റേ ഭരണഘടനയ്ക്കനുസരിച്ചിട്ട് നമ്മൾ വിഭാവനം ചെയ്തത്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ രാഷ്ട്രീയം, സ്വാതന്ത്ര്യ സമരത്തിന്റെ രാഷ്ട്രീയവും കൊളോണിയൽ അധിനിവേശത്തിനെതിരെ പൊരുതിയ ആളുകളുടെ രാഷ്ട്രീയവും അതിന്റെ കാഴ്ചപ്പാടും എല്ലാമാണ് ആ ഭരണഘടനയിൽ നമുക്ക് കിട്ടിയത്. ഇതിന് പകരം വച്ചുകൊണ്ട്, അതായത് ഏതെങ്കിലും ഒരു മതത്തെ പ്രീണിപ്പിച്ചുകൊണ്ടുള്ള നയം ഏത് രാഷ്ട്രീയ പാർട്ടി സർക്കാരിൽ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുമ്പോൾ നടത്തിയാലും അത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ കടക്കിൽ കത്തിവെക്കുന്ന പരിപാടി തന്നെയാണ്. അത് കോൺഗ്രസും ഇഷ്ടംപോലെ പലവട്ടം ചെയ്ത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഒരു മൂല്യച്യുതിയും അതോടൊപ്പം തന്നെ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് BJPയുടെ കയ്യിൽ അധികാരം വന്നാളുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് അവരുടെ രാഷ്ട്രീയം, BJP അല്ല ഇവിടെ ഭരിക്കുന്നത്, BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ തന്നെ അത് കൃത്യമായിട്ട് RSS ആണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ളത് തുറന്നു പറയേണ്ടി വരും. ഇവിടെ ഡൽഹിയിൽ ഓരോ വീടുകളിലും ഓരോ മറ്റേ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലും അല്ലെങ്കിൽ ഓരോ ചേരിയിലും ഈ കൊടി കൊണ്ടുവന്ന് നാട്ടുന്ന ഒരു കൊടിക്ക് 12 രൂപയെങ്കിലും ആവും. ഞാനിതിനെ പറ്റിയിട്ട് ഇതിന്റെ ഒരു ഒരു പൊളിറ്റിക്കൽ ഇക്കോണമി മനസ്സിലാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയത് തന്നെയാണ്. ഇങ്ങനത്തെ ലക്ഷക്കണക്കിന് കൊടികളും തോരണങ്ങളുമായി നിർബന്ധിതമായി അത് വീട്ടിൽ തൂക്കുന്നതിനും നിർബന്ധിതമായി പണം പിരിച്ചെടുത്ത് ആഘോഷം നടത്തുന്നതും ഒരു തരത്തിലേക്ക് ഈ സർക്കാർ മാറിയിരിക്കുകയാണ്. സർക്കാർ 22-ാം തീയതി ഉച്ചയ്ക്ക് 2:30 വരെ, ഉച്ചയ്ക്കല്ല ഉച്ച കഴിഞ്ഞ് 2:30 വരെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് എല്ലാ തരത്തിലുള്ള സ്ഥാപനങ്ങളെയും രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് ഉപരിയായിട്ട് മതവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു ദശാസന്ധിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തിരിച്ചറിയുക എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും മിനിമം കർത്തവ്യമാണ്. ഇന്ത്യയിലുള്ള ഒരു ക്ഷേത്രവും എല്ലാ വിശ്വാസികൾക്കും ഇന്നും പൂർണ്ണമായും തുറന്നു കൊടുക്കപ്പെട്ടിട്ടില്ല. 1947 ശേഷമാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങളിൽ പലരും ക്ഷേത്രത്തിൽ പോയി തുടങ്ങിയത്, അല്ലെങ്കിൽ അതിന് കുറച്ചു മുന്നേ തൊട്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഏത് മതത്തിലുള്ള പിന്തിരിപ്പൻ ശക്തികളെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ഭരണഘടന നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്കായി നൽകിയത്. അനുസൃതമായിട്ടാണോ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്? ദേശീയ ഐക്യത്തിന്റെയും നേട്ടത്തിന്റെയും സുദിനമാണെന്ന് പറയുമ്പോൾ മനുഷ്യരുടെ ഒരു വിഭാഗത്തിനിടയിൽ മുറിവാണോ ഉണ്ടാക്കുന്നത്? വിഭജനത്തിന്റേതാണോ ഐക്യത്തിന്റേതാണോ ഈ ദിവസം എന്നത് രാജ്യം പരിശോധിക്കേണ്ട ദിവസമാണ്. എനിക്ക് അവസാനിപ്പിക്കുന്ന സമയമാണ് ഞാൻ അവിടെ കാണുന്നത്. താങ്ക് യു ശ്രീ സച്ചിനൊപ്പം വിനീത, വസന്തി ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ പറഞ്ഞതിന്